السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكبر الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. സമാദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമായി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ പകലുകളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ തന്നെ വളരെ പെട്ടെന്ന് അവസാനത്തെ 10 നമ്മൾ എത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും വിരലിലെണ്ണാവുന്ന ദിനരാത്രങ്ങൾ കൂടി കഴിയുമ്പോൾ വിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുകയായി. ഈ പള്ളിയിൽ നടന്നു വരുന്ന പഠന ക്യാമ്പിൽ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം ഇസ്ലാമിക മര്യാദകൾ എന്നതാണ്. വിശ്വാസി യഥാർത്ഥത്തിൽ കേവലം വിശ്വാസങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ മാത്രം ഒതുങ്ങിയ ഒരു ജീവിതം നയിക്കേണ്ടവനല്ല. തൻ്റെ വിശ്വാസത്തെയും കർമാനുഷ്ഠാനങ്ങളെയുമൊക്കെ സാധൂകരിക്കും വിധം നല്ല പെരുമാറ്റങ്ങൾ കൂടി ആർജിച്ചെടുക്കാൻ ബാധ്യസ്ഥനാണ് ശരിയായ വിശ്വാസി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ച ആളായി ഗണിക്കപ്പെടുന്നത് ഈ ഒരു തലം കൂടെ വരുമ്പോഴാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മഹൽ വ്യക്തികളുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാനം പിടിച്ചത് ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിലും ഭിന്ന സാഹചര്യങ്ങളിലുമൊക്കെ സന്തുലിതാവസ്ഥ കൈവിടാതെ ഉദാത്തമായ പെരുമാറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ചു എന്നതുകൊണ്ടുകൂടിയാണ്. മോശമായ ഒരു പെരുമാറ്റമായിരുന്നു പ്രവാചകന്റെ പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ആദർശത്തിന്റെ മഹിമ കൊണ്ട് മാത്രം റസൂൽ തിരുമേനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك
فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. പ്രവാചകരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ചുറ്റുമുള്ള ജനങ്ങളോട് സൗമ്യമായി പെരുമാറാനുള്ള തൗഫീഖ് താങ്കൾക്ക് ലഭിച്ചത്. ജനങ്ങളിൽ നിന്നുള്ള പ്രതികൂലമായ പ്രതികരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മോശമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇപ്പോഴുള്ള ജനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മഹത്തായ ഒരു സംഗതിയാണ് പ്രബോധകരോടും പ്രബോധിതരോടും മുസ്ലിം ഉമ്മത്തിനോടും വിശുദ്ധ ഖുർആൻ ഈ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വയലിൻ്റെ കുറവില്ല. വയലിന് ഒട്ടിക്കണ പോസ്റ്ററിൻ്റെ മൈദയൊക്കെ കൂടെ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് ഓർക്ക് ജീവിക്കാനുള്ള വക ആ മൈദപ്പൊടി തന്നെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇക്കണ്ട വയൽ മുഴുവൻ പറഞ്ഞിട്ടും ആൾക്കാർ നന്നാവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളെ മുഖത്ത് വയ്ക്കാണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല. നല്ല മനുഷ്യന്മാരാണല്ലോ എൻ്റെ മുന്നിലിരിക്കണത്, അവരെ മാനിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇഫക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മൂല്യം ഉണ്ടാവില്ല. എന്തേ പ്രശ്നം? വയലിൻ്റെ വൈക്ക് പോണ്, വയലിൻ്റെ വൈക്കും പോണ്. മുത്തയിലാകേണ്ട മനുഷ്യണ്ടല്ലോ, ഓൻ വിചാരിച്ചെടുത്തു കൂടിയും പോകണം. എന്നുവെച്ചാൽ പ്രബോധകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലതും. പ്രബോധിതർ ആ പ്രബോധകന്റെ പ്രബോധനം ഉൾക്കൊള്ളാൻ പറ്റിയ പാകത്തിലല്ല പലപ്പോഴും. അവിടെ ഇസ്ലാം വളരെയേറെ വിമർശിക്കപ്പെടുന്നു. പത്രങ്ങൾ എടുത്തു മറിച്ചു നോക്കിയാൽ കുറ്റകൃത്യങ്ങളുടെ മുൻനിരയിൽ മുസ്ലിമീങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർക്കങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്രിബുൽ ശാരിബു ഹീന യശ്രിബു വഹുവ മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആള് ആ ചെയ്യുന്ന നീചകൃത്യം ചെയ്യുന്ന സമയത്ത് അവനിൽ ഈമാനില്ല. മോഷ്ടിക്കുന്ന മനുഷ്യൻ മോഷ്ടിക്കുന്ന സമയത്ത് മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കാൻ കഴിയില്ല. എന്നിരിക്കെ ഒരു മുഅ്മിൻ മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പലപ്പോഴും പത്രം വായിച്ചു നോക്കിയാൽ നാം കാണുന്ന പേരുകളൊക്കെ മുസ്ലിം നാമധാരികളുടേതാണ്. അവന് മുസ്ലിം പേരുണ്ട് എന്നേ ഉള്ളൂ. അവന്റെ ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമും അവനും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോ മുസ്ലിം നാമധാരികളാണ് പലപ്പോഴും തെറ്റുകുറ്റങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ക്രൈം ഗ്രാഫ് ഇவ்விധത്തിൽ ഉയർന്നു എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നിടത്ത് അവർ ഒരു പരിധിവരെ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറ്റ മര്യാദകൾ കൂടി വിശ്വാസിയെ പഠിപ്പിച്ചത് ഈ ഒരു ഗ്യാപ്പ് കുറക്കാനാണ്. പള്ളിയിൽ ഒരു അയറാബി വന്ന് മൂത്രമൊഴിക്കുക. ഇത് പള്ളിയാന്നൊന്നും ഇന്നത്തെ പോലെ നല്ല കാർപ്പറ്റ് വിരിച്ചിട്ടില്ല, അവിടെ മാർബിള് പതിച്ചിട്ടില്ല, ടൈൽസ് പതിച്ചിട്ടില്ല, മണൽ തന്നെയാണ്. അന്തല്ലാതെ ഒരു സാധു അയറാബി, അപരിഷ്കൃതനായ അറബിയാണല്ലോ അയറാബി. അയാൾ വന്നിട്ട് പള്ളിൻ്റെ ഒരു മൂലക്ക, റസൂലും സഹാബത്തും ഒരു മൂലക്ക ഇരിക്കുന്നത്, ക്ലാസ് ഇരിക്കണം, അതിൻ്റെ ഇടയിൽ വേറൊരു ചങ്ങായി വരുന്നു മൂത്രമൊഴിക്കുന്നു. വലിയ ബോധമൊന്നുമില്ല. വാൾ മൂത്രമൊഴിച്ചപ്പോഴേക്ക് ആൾക്കാരങ്ങോട്ട് ഹാലടക്കി. അവൻ്റെ മൂത്രമൊഴിക്കാനുള്ള പൂതിപ്പൊക്കെ എടുത്തണം, ഇനിയോ മൂത്രമൊഴിക്കരുത് എന്നൊക്കെ ഉള്ള കുഴപ്പം അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അവൻ എവിടെ മൂത്രമൊഴിക്കണ്ടേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ആൾക്കാരുടെ വികാരഭരിതരായി. ആ വലിയ വികാരമുള്ളവരോട് നബി ഒരു ബക്കറ്റ് വെള്ളം പോയിക്കൊണ്ടേ അവനൊരു പണിയാണ്ട് കൊടുത്തു. അതോടുകൂടി പിന്നെ സസ്യ ശാന്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാധുവിനെ വിളിച്ചു. ഇത് പള്ളിയല്ലേ, ആരാധനകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ,
ഇവിടെ ഖുർആനോത്ത് പ്രാർത്ഥന നിസ്കാരമൊക്കെ അല്ലേ ഉണ്ടാവും. ഇവിടെ എങ്ങനെ മൂത്രയിക്കാൻ പാടുണ്ടോ? ഒന്നും പാടില്ല കേട്ടോ ഒന്നും പറഞ്ഞു ഓനെ ചുമല്ലും കൊട്ടിയിട്ട് ഓനെ തടി സലാമത്താക്കാൻ വിട്ട്, അല്ലെങ്കിൽ മറ്റൊരു കൈകാര്യം ചെയ്യും. കഥയുടെ പിന്നിൽ വലിയ കഥ വേറുണ്ട്. ഇത് ഹദീസാണല്ലോ. എന്താ സംഭവം എന്നറിയങ്ങള്? കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ വന്നു നബിൻ്റെ അടുത്തേക്ക്. നബിയെ മത്തസാ എപ്പോഴാ ഖിയാമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നബി ചോദിച്ചു ഒമാ അത്തലഹ, അല്ല അതിനു വേണ്ടി എന്താ പറ്റി ഒരുക്കി വെച്ചിട്ടുള്ളത്? നമുക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ഒന്നും ഒരുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഡേറ്റാ. എന്നാ പതിന്ന് ഇത് ഏത് കാലത്തുണ്ട്, എന്നായിരിക്കും ചെയ്യാമെന്ന് നമുക്ക് ആ കലണ്ടറിൽ ഡേറ്റ് ഇങ്ങനെ കിട്ടണം. എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? അതൊന്നുമില്ല, പക്ഷെ ഡേറ്റ് കിട്ടിയ വലിയ കാര്യമായി പോയി എന്നുള്ളടത്ത്. നബി ആദ്യം ചോദിച്ചു അല്ല എന്തിയപ്പോൾ അതിനു വേണ്ടി ഒരുക്കിയെന്നാ ചോദിച്ചേ. അപ്പോൾ പറഞ്ഞു കൂടുതലൊന്നും ഒരുക്കിയിട്ടില്ല നബിയെ, ഫർളായ സംസ്കാരങ്ങളും അതുപോലെയുള്ള കുറച്ച് കർമ്മങ്ങളൊക്കെ ഉള്ളൂ, കൂടുതൽ സുന്നത്തായ ഐച്ഛിക കർമ്മങ്ങളൊന്നും കൂടുതൽ എടുത്തിട്ടില്ലെങ്കിലും ഒരു സംഗതി ഉണ്ട്. എന്താണത്? ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എങ്കിൽ ഇജ്ജ് ബേജാറാകണ്ട. എന്തേ? അന്ത മഅ മൻ അഹ്ബബ്ത, താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം സ്വർഗത്തിലാണ്. ഇത് അള്ളാന്റെ റസൂല്. പക്ഷെ നമ്മളെ ചില ആൾക്കാർ ഇപ്പോഴും മൂപ്പരെ സ്വർഗത്തേക്ക് വിടാൻ തയ്യാറല്ല. നമ്മളെ ചില ആൾക്കാർ വലിയൊരു വയലിലൊക്കെ പറച്ചില് ആ മൂത്രമൊഴിച്ച ആളെ സഹാബിന്റെ പിൻഗാമികൾ നിന്ന് പറഞ്ഞാണ്ട് ഓൾക്ക് ഈറുള്ളവരൊക്കെ വെച്ച് കാച്ചു. ഏയ് സത്യത്തിൽ അള്ളാന്റെ റസൂല് മൂപ്പര് സ്വർഗത്തിലാന്നാ പറഞ്ഞത്. ആര്? കിതാബ് ഓതിയാൽ അവർക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ട് ഹുവല്ലദീ ബാല ഫിൽ മസ്ജിദ്, ഹുവ സഹാബി, ഈ സഹാബിയാണ് അല്ലദീ ബാല ഫിൽ മസ്ജിദ്, പണ്ട് പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിച്ച ആ അറാബിണ്ടല്ലോ അയാൾ തന്നെയാണ് ഇയാള്. അത് തിരിയുന്നവർക്ക് തിരിയുള്ളൂ, അല്ലാത്തവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആൾക്കാരും കൂടെ തിരിച്ചാൻ നോക്കും ഈ മൂത്രമൊഴിച്ചിൻ്റെ പേരിൽ. അത് പോട്ടെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. ഇവിടെ നാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ മൂത്രമൊഴിച്ച സഹാബി പിന്നെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായി അയാൾ പരലോകത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല അയാൾക്ക് സ്വർഗമുണ്ട്, അയാൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആ പെരുമാറ്റം തിരിച്ചായിരുന്നെങ്കിൽ ശരിയാണ്, മൂത്രമൊഴിക്കുക ഇവിടെ മൂത്രമൊഴിക്കുക ആൾക്കാരെന്താ ചെന്നാണ് കാട്ടിക്കൂട്ട് അയക്കും ഒന്ന് പഠിക്കുക എന്ന് വിചാരിച്ചെങ്ങാനും വിട്ടിരുന്നുവെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേനും അയാൾ അപ്പം മൂത്രമൊഴിക്കും. പള്ളി തന്നെ വേണമെന്നൊന്നും ഉണ്ടാവില്ല. കാരണം അജ്ജാതി പേടിയല്ലേ പേടിക്കാൻ പോകുന്നത്, അജ്ജാതി അഡിക്റ്റല്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാധുവിനെ സ്വർഗത്തിലെത്തിച്ചു. ആ പെരുമാറ്റം ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പിന്നെ ഗനീമത്ത് സ്വത്തേറ്റാണ് പ്രവാചകനും മനുഷ്യന്മാരും പോകുന്നതെന്ന് കണ്ടപ്പോൾ നബി നമുക്കും കിട്ടണം, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളെ കാര്യം എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് ഗനീമത്ത് സ്വത്ത് കുറച്ച് കൊടുത്തിട്ട് നബി ചോദിച്ചു വെറുതെ, ഞാൻ നല്ല നിലക്ക് നിന്നോട് പെരുമാറിയല്ലേന്ന്. അപ്പൊ ഈ സഹാബി നേരെ ഉൾട്ടായിട്ടാ മറുപടി. ചില ആൾക്കാർ അങ്ങനെ എത്ര കിട്ടിയാലും തികയില്ല. മനുഷ്യന്മാർ പല കുലത്തിലാണല്ലോ. ഇയാൾ ഉടനെ പറഞ്ഞു എന്ത് നല്ല എനിക്ക് പെരുമാറിന് അജ്മൽത്ത ചെയ്ത് തീരെ ശരിയല്ല, ഞാൻ വിചാരിച്ചത്രയൊന്നും കിട്ടിയിട്ട് തന്നെ ഇല്ല. ഇയാൾ കൊടുത്തേൽപ്പിച്ച മാതിരി. ഗനീമത്ത് സ്വത്തുനിന്ന് ആരോ വന്ന് ചോദിച്ചപ്പോൾ ഒരു വീതം കൊടുത്തിട്ടാണ് ഇയാൾക്കിത് തികയാത്ത ഒരു കോലത്തിലുള്ള മറുപടി. അതിൽ സഹാബികൾക്ക് ചൂടായി. എന്താ റസൂലെ നമ്മളിത് ഗനീമത്ത് സ്വത്തുനിന്ന് കൊടുത്തിട്ട് അയക്കും മതിയായില്ല, എന്ത് വർത്താനം അയാൾ പറഞ്ഞെന്നൊക്കെ ഉള്ള രൂപത്തിൽ സഹാബികൾ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ വികാരം മാനിച്ചിട്ട് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ഇനിയും തരാം, പക്ഷെ ഇപ്പം ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ അത് എൻ്റെ ആളുകളെ സഹോദരങ്ങളെ വല്ലാതെ മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഈ ആളുകളോടൊന്ന് തിരുത്തി പറയാൻ തയ്യാറാണ്. അത് ഞാൻ പറഞ്ഞോളാം, അയക്ക് മുതൽ കിട്ടിയാൽ മതി അറബിയൻ, അത് ഞാൻ തിരുത്തി പറഞ്ഞോളാം. കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, താങ്കളോട് ഞാൻ നല്ല നിലയിലല്ലേ പെരുമാറിയത്? ഇവരങ്ങോട്ട് പറഞ്ഞില്ലേ
ഓ നല്ല നിലയിലാണ്. അഹ്സൻത വ അജ്മൽത. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ താങ്കൾക്കും താങ്കളുടെ ഈ സുഹൃവൃന്ദത്തിനും താങ്കളുടെ കുടുംബത്തിനും ഒക്കെ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നിവർന്നഞ്ഞിപ്പോയിക്കൊള്ളിയാണ്. ആൾക്കാർക്കും ഇഷ്ടമായി. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്ത പ്രവർത്തനത്തെ, ആ നല്ല പ്രവർത്തനത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുമ്പോൾ അതിന് ആ ഒരു മനസ്സിലൊരു സ്ഥാനമുണ്ട്. ശരി, അയാളോട് പോകാൻ പറഞ്ഞു. അയാളങ്ങനെ നടന്നകലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇപ്പം ആ പോയ അറാബി കണ്ടോങ്ങൾ, ഇയാളുടെയും എൻ്റെയും ഉപമ ഒരു നാൽക്കാലിക്ക് വിരളി പിടിച്ചതുപോലെയാണ്. നാൽക്കാലിക്ക് വിരളി പിടിച്ചാൽ എന്താ ഉണ്ടാകല്? നമ്മുടെ നാട്ടിൽ വെളിയത്തിനൊരു പോത്തിനെ കൊടുന്നു നിൽക്കുക. പോത്ത് ബേജാറായിട്ട് ആൾക്കാരതൊക്കെ കൂടെ കണ്ടിട്ട് പായാൻ തുടങ്ങിയാൽ ആൾക്കാരടങ്ങിക്കുമോ? ഇല്ല. പോത്തിനേക്കാൾ സ്പീഡിൽ നമ്മളും ബാച്ചിലോടും. പോത്തിനെവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആൾക്കാരുണ്ടെങ്കിലേ പോത്ത് നിൽക്കുള്ളൂ. പോത്ത് പിന്നിക്ക് ഇരിഞ്ഞു നോക്കി ആൾക്കാർ പോത്തിനേക്കാൾ വിരൽ പിടിച്ചിട്ട് ഇത് കാണുമ്പോൾ പിന്നെ പോത്തിൻ്റെ വിരൽ കൂടും, പോത്ത് ഓടും. എല്ലായിടത്തുള്ള ആൾക്കാരികൾ ഇങ്ങനെ തന്നെയാണ്. ശരി, ഈ ഒരു ഒട്ടകത്തിന് വിരൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഓട്ടം തുടങ്ങിയപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു? എല്ലാവരും കൂടെ അതിനെ പിടിച്ചോളിയിടാന്ന് കണ്ട് അതിൻ്റെ പിന്നാലെ. ഒട്ടകത്തിൻ്റെ ഉടമക്ക് മനസ്സിലായി ഈ പോക്ക് പോയാൽ ഇത് നാക്കാലിനേക്കാളും വലിയ ജഹാലത്താണ് ആരെടുത്തുള്ളത്, ഈ മനുഷ്യന്മാരെടുത്തുള്ളത്. ഇത് ശരിയല്ല. ഇയാൾ ഉടനെ എന്ത് ചെയ്തു എന്നറിയാം? നിങ്ങൾ പൊന്നാര മനുഷ്യന്മാരെ ഒന്ന് നിൽക്കിങ്ങൾ, ഞാനാണ് അന സാഹിബുൽ ഇബിൽ, ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. അതുകൊണ്ട് ആ ഒട്ടകത്തെ നിർത്താൻ എനിക്കറിയാം, അതെങ്കിലൊന്ന് ഓട്ടം നിർത്തിയാണ്. അപ്പം ആൾക്കാർക്ക് സമാധാനമായി. എന്നാൽ ഇനിക്കൊന്ന് നോക്കൂടെ എന്നുള്ള നിലയ്ക്ക് ഓല് നിന്നപ്പോൾ എന്ത് ചെയ്തു എന്നറിയങ്ങൾ? ഈ നിലത്ത് പൊന്തിയ കുറച്ച് പച്ചപ്പുല്ലും അതും ഇതൊക്കെ കൂടെ ഇയാൾ ആ പൊന്താണ് പറിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഈ അറാബി എന്ത് ചെയ്തു? ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഒട്ടകത്തെ അങ്ങോട്ട് വിളിച്ചു. എന്നാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അത് നമ്മളെ വിളിയാണ്. അറബി നാട്ടിലാവുമ്പോൾ താഴെന്ന് പറയേണ്ടിയിരുന്നു. കാരണം അവിടെ അറബിയൊക്കെ അല്ല, ഒട്ടകത്തിനൊക്കെ അറബിയെ തിരിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മലയാളം തന്നെ ശ്രേഷ്ഠ ഭാഷ ഞാൻ ഇറക്കുകയാണ്. അറബി നാട്ടിലാണെങ്കിൽ അറബിയെ തിരിയുള്ളൂ, ഒട്ടകത്തിന് പോലും നാക്കാലിയാക്ക് വരെ. ഓക്കെ, താഴെന്നറിഞ്ഞിട്ട് യജമാനങ്ങട്ട് വിളിച്ചപ്പോൾ ഒട്ടകത്തിന് ഒരു സമാധാനം. എൻ്റെ ആളാണല്ലോ ആ വിളിച്ചത്. മറ്റൊരൊക്കെ ഓട്ടം നിർത്തി തിരിഞ്ഞിങ്ങനെ നോക്കി. ഒട്ടകത്തിന് സമാധാനമായി. ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടും, ഒട്ടകം ഉടമസ്ഥൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടും, രണ്ടൊട്ടരും ഇങ്ങനെ നടന്നെടുത്തു. ഒട്ടകം ഇങ്ങനെ അടുത്തെത്തിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു പറയുന്നത്? ആ ഒട്ടകത്തിന് ഈ പൊന്തൊക്കെ തിന്നാൻ കൊടുത്ത് ഇതിനൊന്നും ഇങ്ങനെ തല ഓടി. ഇയാൾ പഴയതുപോലെ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര ആരംഭിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആളുകളെ ഒക്കെ കൂടെ ഈ ഒട്ടകത്തിൻ്റെ പിന്നാലെ വിട്ടിരുന്നെങ്കിൽ ഒട്ടകത്തിനെ അവർ കൈകാര്യം ചെയ്യും. അതേമാതിരിയാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പ്രതികരിച്ച ഈ അറാബിയെ കൈകാര്യം ചെയ്യാനെങ്ങാനും ആളുകൾ അനുവദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ സാധുവിനെ അടിച്ച് കൊല്ലും. അയാൾക്ക് കൊടുക്കാൻ പോവുക, നരകത്തിക്കാൻ പോവുക. അതിനു പകരം ഒരു തന്മയത്വത്തോടുകൂടി, നല്ല ആത്മസംയമനത്തോടുകൂടി, വിവേകത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റം ആണ് അവിടെ ഉണ്ടായത്. സമൂഹത്തിന് വിശ്വാസി ഇങ്ങനെയാകണം. മനുഷ്യന്മാർ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നവന്നാസു കൽ ഇബ്ലിൽ മിഅ, ഒരു 100 ഒട്ടകത്തിൻ്റെ മാതിരിയാ മനുഷ്യന്മാരെ കഥ. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, യാത്രക്ക് പറ്റിയ ഒട്ടകം നോക്കുകയാണെങ്കിൽ ലാ തകാദു തജിദു ഫീഹാ റാഹില, ഒരൊറ്റൊന്നും കിട്ടൂല. കന്നെടുക്കാൻ പോയി നോക്കി, വിവരമുള്ളവനേറ്റ് കന്നെടുക്കാൻ ചെന്നാൽ അത് പറ്റൂല. നമുക്ക് 2 ചെവിയും 2 കൊമ്പും 4 കാലും ഒരു വാലുണ്ടായാൽ അത് കന്നായിട്ട് ഇന്ന് അതിനെടുക്കുക മറ്റേ എടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കോ, നമ്മളെ വിരക്കട. കന്നിനെ കുറിച്ച് അറിയണോണ്ടല്ലോ, നാക്കാലിയെ കുറിച്ച് അറിയുന്നോ ഓൻ പറയും ആ മൃഗം ശരിയല്ല, അത് വേണ്ട. ഇന്ന് ചന്തൻ്റെ മോശാന്ന് വിലയിരുത്തും ചിലപ്പോൾ. എന്നാൽ അടുത്ത ചന്തിക്ക് നീട്ടി വെക്കും. എന്തേ? മൃഗങ്ങൾ അവിടെ ഇല്ലായിട്ട് അല്ല, പക്ഷെ ഷർത്തൊത്ത ഒന്നിനാണ് കണ്ടു കിട്ടിയില്ല. അത് വിവരം ഉണ്ടെങ്കിൽ. അല്ലാത്തവൻ്റെ മുന്നിലൊക്കെ ആ കാലി തന്നെ.
ഓൻ ഏതെങ്കിലും ഒന്നിനെ ഒരു ചാവാലിനെ മേടിച്ച് ഓങ്ങനെ പോരുണ്ടാവും, കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് ഓൻ ആൾക്കാർ പറ്റിക്കും. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യന്മാരിങ്ങനെയാണ്, ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ വളരെ കുറവാണ്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മാതിരി, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ, ആകെ കുറച്ച് മനുഷ്യന്മാരെ ഉണ്ടാവുള്ളൂ ഈ ലക്ഷണങ്ങളൊക്കെ ഒത്തോര്. അതേ രൂപത്തില് ലക്ഷണമൊത്ത ഗുണമൊത്ത മനുഷ്യന്മാരെയാണ് ഇസ്ലാം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന സദക്കയേക്കാൾ കൂലി കൂടുതൽ ഏതിന് പ്രവാചകൻ പറഞ്ഞു എന്നറിയങ്ങള്, സ്വന്തം മകനെ അദബ് പഠിപ്പിക്കുമ്പോണ്ട്. പ്രവാചകൻ പറഞ്ഞു, പട്ടിണി കിടന്ന് വിഷമിക്കുന്ന ഒരാളിന് ഒരു സദക്ക കൊടുക്കുന്നതിനേക്കാളും മെച്ചുണ്ട്. അതിനേക്കാൾ എടങ്ങാറ് കുറക്കാൻ ഉപകരിക്കുന്ന സംഗതിയാണ് നമ്മളെ സ്വന്തം മക്കൾക്ക് അദബ് പഠിപ്പിക്കുന്നത്. ഓൻ്റെ പെരുമാറ്റം നന്നാക്കി എടുക്കുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. നമ്മളെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് നല്ല അദബ് പഠിപ്പിക്കാൻ. മുസ്ലിം ഉമ്മത്തിനെ തേജോവധം ചെയ്യാനും മോശമായി ചിത്രീകരിക്കാനും ശത്രുക്കൾക്ക് വടികൊടുക്കുന്നത് ആരാ? നമ്മളുടെ മോശമായ പെരുമാറ്റം. വിശ്വാസത്തെ അവർക്ക് എതിർക്കാൻ സാധ്യമല്ല. നമ്മുടെ ആദർശം കൊണ്ട് നേരിടാനും യഥാർത്ഥത്തിൽ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ എവിടെ അവർ പിടികൂടാറുള്ളത്? ഏതെങ്കിലും മുസ്ലിം നാമധാരികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന മോശമായ ചെയ്തികളെയാണ് അവർ പിടികൂടാറുള്ളത്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ആപ്തവാക്യം കണക്കെ ജനങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സംഗതി. എന്തേ ഇങ്ങനെ പ്രചാരം കിട്ടാൻ കാരണം? മോശമായ പ്രവർത്തനം അറിവില്ലാതെ ഏതോ കോണിൽ നിന്ന് ഉണ്ടായിരിക്കാം. അതിനെ ജനറലൈസ് ചെയ്തിട്ട് സാമാന്യവൽക്കരിച്ചിട്ട് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അത് തെറ്റാണ്. യഥാർത്ഥ മുസ്ലിമിനെ അവന്റെ സ്വഭാവ ഗുണങ്ങളിലൂടെ അറിയാൻ കഴിയണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ഉമ്മത്തിന് എമ്പാടും നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് അടിക്കാട്ട് വാരിയിട്ട ജൂത സ്ത്രീയുടെ കഥ നമ്മൾ പലപ്പോഴായി കേട്ടതാണ്. സ്ത്രീയുടെ വീട് ഒരു കുന്നത്ത, പ്രവാചകന്റെ വഴി താഴത്തു കൂടിയാ. അപ്പൊ നബി വരുന്നിങ്ങനെ നോക്കി നിൽക്കുക. തന്റെ വീടിന്റെ താഴെ ഭാഗത്തെത്തുമ്പോ അടിച്ചു വാരിയ അടിക്കാട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് ഇടുക. ഇത് ഈ സ്ത്രീ ഒരു സ്ഥിരം പതിവാക്കി മാറ്റിയിരുന്നു. ഇടയ്ക്ക് സ്ത്രീ പനിച്ചു കിടന്നപ്പോൾ നബിക്ക് മനസ്സിലായി ഇപ്പൊ പനി അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും, കുറച്ച് നീച്ചിക്കാൻ വയ്ക്കുമെങ്കിൽ അവൾ ഈ പണി ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെന്നു, സ്റ്റെപ്പൊക്കെ കയറി ചെന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ കാണാതായപ്പോൾ വല്ല രോഗമോ മറ്റോ ആയോ എന്ന് വിചാരിച്ചാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ സ്ത്രീ പറഞ്ഞു, നല്ല പനിയാണ്. നമ്മളേറ്റ ആയോ കണ്ണിന്? അപ്പം പറയും, നന്നായി, കുറച്ച് ദിവസം കൂടെ ഒന്നാൻ കുലുക്കി പനിച്ചട്ടെ, കിടക്ക ചവിടെ ഒന്ന് പഴം തരാണ്ട് എന്നൊക്കെ പറയും നമ്മളെ ശൈലിയിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായോ എന്ന് സംശയിച്ചാണ് ഞാൻ കയറി വന്നത്, പനി ഉണ്ടല്ലേ, സാരല്ല, ലാ ബഅസ് തഹൂർ ഇൻഷാ അല്ലാഹ്, സാരല്ല, പഠിച്ചോൻ ശിഫാക്കി തരട്ടെ. തൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിയോഗിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വചനം വന്നതോടുകൂടി സ്ത്രീയുടെ മനസ്സ് മാറി. സ്ത്രീ ഉടനെ പറഞ്ഞു, താങ്കളെ എന്തായാലും പ്രവാചകനാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. എന്നെപ്പോലെ അങ്ങയോട് ദ്രോഹം ചെയ്ത ഒരാളിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനും ആ രോഗസന്ദർശനം നടത്തുവാനും താങ്കൾ സന്മനസ് കാണിച്ചല്ലോ. തീർച്ചയായും അങ്ങ് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ. അവിടെ വെച്ച് ശഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ ആ പെരുമാറ്റത്തിൻ്റെ ഒരു മാഹാത്മ്യം. യമാമ ഗോത്രത്തിൻ്റെ തലവനായ സുമാമ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടുന്നു.
നമ്മളെ പത്രഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊടും ഭീകരനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർ കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് മദീനപ്പള്ളിയുടെ തൂണിൽ വരിഞ്ഞു മുറുക്കി ഇങ്ങനെ കെട്ടിട്ടേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ ഐഡന്റിഫൈ ചെയ്തു. ഇത് യമാമ ഗോത്രത്തിൻ്റെ തലവൻ സുമാമ. ഉടനെ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഇത്. ആരെപ്പറ്റിയായി പറഞ്ഞത്? എത്രയോ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ക്രൂരനെ കുറിച്ച് നന്നാക്കി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇങ്ങനൊന്നും വരിഞ്ഞു മുറുക്കി കെട്ടിടല്ലേ, നിങ്ങൾ ഒന്ന് ലൂസാക്കി കെട്ടിടി. ആ ലൂസാക്കി കെട്ടിട്ടു നോക്കണങ്ങൾ. എന്നിട്ട് ആ തണ്ടും തടി ഇങ്ങനെ കണ്ടപ്പോൾ മാത്രമല്ല, ഒരു ഉന്നത ഗോത്രത്തിന്റെ തലവനും കൂടിയാണല്ലോ, നന്നായി ഭക്ഷണം വേണ്ടിയതെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുമ്പിൾ കയ്യിൽ വെച്ചിട്ട് മദീനപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടന്ന് സ്വഹാബി വര്യന്മാരോട് പറഞ്ഞു, എനിക്ക് അഷ്ടിപ്രിയനായ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്, നന്നായി ഭക്ഷണം കഴിക്കണ ആളാ. നമ്മൾ പറയില്ലേ തിന്നാവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തന്നോളൂ, മൂപ്പര് തിന്നോളൂ എന്നുള്ള നിലയ്ക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണമൊക്കെ ശേഖരിച്ചിട്ട് 2-3 ദിവസമാണ് കൊണ്ടേ കൊടുത്തു. കുശാലായ ഭക്ഷണം കഴിച്ച് ലൂസായ കയറുമങ്ങനെ നിന്നിട്ട് വിശാലമായി ആര് ചിന്തിച്ചു? സുമാമ റളിയല്ലാഹു അൻഹു. 3-ാമത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുമാമനെ വിട്ടാളി പോയിക്കോട്ടെയാണ്. ആരും പകരം ചോദിക്കാൻ നിന്നില്ല. പക്ഷേ അധികം ദൂരം സുമാമക്ക് പോകാൻ കഴിഞ്ഞില്ല. സുമാമ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എത്ര മോശമായിട്ടാണ് പ്രവാചകരെ അങ്ങയോടും അങ്ങയുടെ ഈ അനുയായി വൃന്ദത്തോടും പെരുമാറിയത്. പക്ഷെ എത്ര ഡീസൻ്റ് ആയിട്ടാണ് നിങ്ങൾ എന്നോട് പെരുമാറിയത്. എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എനിക്ക് മുസ്ലിം ആകണം പ്രവാചകനെ. അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. സുമാമ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്നിട്ട് സുമാമ റളിയല്ലാഹു അൻഹു ഖുറൈശികളോടായി ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നത്? ഇതുവരെ നിങ്ങൾ തിന്നീൻ്റെ ഗോതമ്പ് യമാമ ഗോത്രത്തിൻ്റെ മദീനത്തു നിന്നാണല്ലോ ഗോതമ്പ് ഇങ്ങോട്ട് മക്കത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാനും മുസ്ലിമായിട്ടുണ്ട്. ഇനി എൻ്റെ പ്രവാചകൻ പറഞ്ഞാലല്ലാതെ ഒരു മണി ഗോതമ്പ് യമാമ ഗോത്രത്തിൽ നിന്ന് ഇനി ഖുറൈശികൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു പ്രസ്താവന നടത്തിയോട് കൂടിയിട്ട് ഖുറൈശികൾ വെട്ടിലായി. അവരെ പ്രതിനിധികൾ പ്രവാചകന് വന്ന് കണ്ടു. പൊന്നാര പ്രവാചകരെ, സുമാമ നടത്തിയ പ്രസ്താവന ഞങ്ങൾ അന്നം മുട്ടിക്കുന്ന പ്രസ്താവനയാണ്, അതുകൊണ്ട് അതൊന്നും മാറ്റി കിട്ടാൻ നിങ്ങൾ സുമാമനെ വിളിച്ച് പറയണം. സുമാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി ആ പ്രസ്താവന പിൻവലിക്കാൻ പറഞ്ഞു. സുമാമ പറഞ്ഞു, ഇതുവരെ തന്നതുപോലെ ഇനിയും യമാമ ഗോത്രത്തിൽ നിന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് തരാൻ ഞാൻ തയ്യാറാണ്. മനുഷ്യന്മാരുടെ മനസ്സ് മാറ്റുന്നത് നല്ല പെരുമാറ്റത്തിലൂടെയാണ്. അതിങ്ങനെ ആ പെരുമാറ്റം ഇങ്ങനെ ഒരു വിശ്വാസിയിൽ നിറഞ്ഞ് കാണണം. അത് പലപ്പോഴും കാണാത്തത് കൊണ്ടാണ് നമ്മളെ ദഅവത്ത് ഏശാത്തത്. FACT ഡിപ്പോൻ്റെ പരസ്യം കണ്ടിട്ടില്ല നിങ്ങൾ? എങ്ങനെ പരസ്യം? തെങ്ങാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആകെ കൂടെ തേങ്ങ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തുറിച്ചിങ്ങനൊക്കെ ഉണ്ടാവും. ഒരു ഉണങ്ങിയ തെങ്ങിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരാ പിന്നെ 8-16 കൊണ്ടുപോയിക്കാണ്ട് തെങ്ങിൻ്റെ ഒട്ടുക? ആരാ ഫാക്ടം ബോസ് ഉപയോഗിക്കുക? ആരും ഉപയോഗിക്കൂല. വാഴക്കൊലയാണെങ്കിൽ അലാക്കിൻ്റെ കൊല ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അപ്പം ആ ചിത്രം ഇങ്ങനെ കാണുമ്പോൾ അതിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലേ? എന്നാ ഞാൻ അതെന്നെ ആക്കുക, ഏത് വളമേ വാങ്ങണ്ടിന്ന് അവിടുന്ന് തീരുമാനിക്കുകയാണ്, അല്ലാതെ പുസ്തകം വായിച്ച് പഠിച്ചിട്ടല്ല. നോക്കണങ്ങൾ, ആ ഒരൊറ്റ ചിത്രം കണ്ടതോട് കൂടിയിട്ട് അവൻ്റെ മനസ്സ് മാറുക. മുസ്ലിമിൻ്റെ ചിത്രം എങ്ങനെയാകണം? സമൂഹത്തിൽ നന്മ വിളയുന്ന ഒരു മനുഷ്യൻ, നന്മ പൂക്കുന്ന ഒരു മനുഷ്യൻ, തിന്മയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ. പ്രവാചകൻ പറഞ്ഞു, ലാ ലററ വലാ ളിറാറ, പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലാ ലററ വലാ ളിറാറ, അങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഒരു ബുദ്ധിമുട്ട് ഇങ്ങോട്ടും ഉണ്ടാകരുത്. അങ്ങനെ തന്നെയാണോ നമ്മളൊക്കെ? നമ്മൾ മരം വെച്ച് ഉടുപ്പിക്കുമ്പോൾ പരമാവധി ആ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട്, അതിർത്തിൻ്റെ ഒരു അതിർത്തിയാണ്, അതിൻ്റെ അതിർത്തി കൊണ്ടുപോയിട്ടായിരിക്കും പിന്നെ നമ്മൾ മരം വെച്ച് ഉടുപ്പിക്കുക. മരത്തിൻ്റെ മുരടിൻ്റെയിലും തലപ്പും അതിൻ്റെ കൊമ്പും ചുള്ളിയും ഒക്കെ വേണ്ടിയിലും
ആ കാനലോണ്ടുള്ള ഷെറ് മുഴുവൻ ഓന്. വല്ല പഴുണ്ടായാൽ അതിൻ്റെ ഉടമസ്ഥത ഞമ്മക്കും. വായക്കൊല വിൽക്കണോൻ അത് വരെ വിൽക്കുമ്പോൾ തിരക്കടില്ല. വിറ്റ് ഇത് തണ്ടായാൽ ഓൻ അത് സ്പോൺസർ ചെയ്യും നടുറോട്ടിക്ക്. നോക്കണം നിങ്ങൾ. കോഴിപ്പാട്സേറ്റ് ഇടങ്ങാറായവരാണ് നമ്മൾ. ഈ കോഴിക്കച്ചവടം നടത്തണോൻ ആ പാർട്സ് സംസ്കരിക്കാനുള്ള ഒരു വകുപ്പ് കാണണ്ടേ? മുസൗട്ടേജൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും നിയമം കൊണ്ടുവരണം. കർശനമായ ശിക്ഷകൾ വേണം. ശിക്ഷ കടലാസിലുണ്ടായാൽ പോരാ. മുമ്പ് പുത്തൂർ ബസ് പറഞ്ഞു, ഞാൻ അപ്പോഴും ഓർക്കലുണ്ട്. അവിടെ യാപ്പരങ്ങാടി അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും പറ്റിയോ ചോദിച്ചു. മുപ്പര് പറഞ്ഞു പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ വീണത് കോഴിപ്പാട്സിക്കാണ്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ദുരന്തം ആലോചിച്ചത്. ആസ്പത്രിക്കാണ് ചെന്നോര് മുഴുവൻ മൂക്ക് കെട്ടിയിട്ടും അടുത്തേക്ക് അടുക്കാൻ പറ്റായിട്ടും ആകെ കൂടെ എന്താ ചെയ്യേണ്ടി? സൂചിക്കാനും പറ്റൂല, ഒന്ന് തൊടാനും പറ്റൂല, തലോടാനും പറ്റൂല, ഓൻ്റെ പ്രഷറും പരിശോധിക്കാൻ കഴിയൂല, ഒരു സംഗതിക്ക് പറ്റൂല. കാരണം മുഴുവൻ മനുഷ്യന്മാരെയും പ്ലഷറാ പോയത് ഈ നാറ്റം കാരണം. കഴിഞ്ഞു. റബ്ബറൈസ്ഡ് റോട്ടിലൂടെ മൂക്ക് പൊത്താതെ എത്ര നമുക്ക് സഞ്ചരിക്കാൻ പറ്റും? മലപ്പുറം ജില്ലയിലെങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ? ഇല്ല. ഡൽഹി പോയ ഒരു അനുഭവമുണ്ട്. അബദ്ധത്തിൽ മുസ്ലിങ്ങൾ താമസിക്കാത്ത ഒരു ഏരിയയിൽ ചെന്നപ്പോൾ ചന്ദനത്തിരിൻ്റെയും മറ്റൊക്കെ കൂടെ വേണം. ചന്ദനത്തിരി പോരിശാക്കപ്പെട്ട സാധനമായിട്ടല്ല, അത് ചാണകത്തിരിയാന്ന് അറിയാഞ്ഞിട്ടുമല്ല. എന്നാലും ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പരിസരത്ത് നിന്ന് അല്പം മാറി ഒരു ഹൈന്ദവ ഏരിയയിലാണ്ട് എത്തിയപ്പോൾ അതിൻ്റെ ആ ലൊക്കേഷൻ ആകെ മാറി, നാറ്റം തന്നെ മാറി. നോക്കണം നിങ്ങൾ. ഇന്ത്യ എങ്ങനെ ഏറ്റവും കൂടുതൽ വൃത്തിയും വെടിപ്പും പഠിപ്പിച്ച മതമല്ലേ ഇസ്ലാം? പക്ഷെ അതവിടെ കാണുന്നില്ല. ബസ് സ്റ്റോപ്പ് ആദ്യത്തെ 2 ദിവസം തിരക്കുണ്ടാവില്ല, ഉദ്ഘാടനമൊക്കെ ചെയ്ത്. 3-ാമത്തെ ദിവസം അത് ബസ് സ്റ്റോപ്പ് എന്നല്ല പറയാം, വേറെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ആ കോലത്തിലുള്ള പേര് പറയാൻ പറ്റും. ആ രൂപത്തിൽ അത് മലമൂത്ര വിസർജനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഗൾഫിലൊക്കെ വന്ന ആൾക്കാർക്ക് അറിയാം. ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങി നമ്മളെ നാട്ടിൽ കരിപ്പൂർ എയർപോർട്ട് കൊണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ നാടെത്തിയെന്ന് നമുക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെടും. കാരണം മൂത്രത്തിൻ്റെ മണം കിട്ടും. എവിടെയാണെങ്കിലും ചപ്പും ചവറും എവിടെ ഇടാം. പക്ഷേ ഗൾഫിൽ പറ്റുമോ? പറ്റൂല. അവിടെ തുപ്പിയാൽ 200 ദിർഹം ഫൈനാ. അപ്പോൾ തുപ്പിണീൻ്റെ ഇടയ്ക്കൊന്നും ആലോചിച്ചു എവിടെ തുപ്പണ്ടീന്ന്. പലരും ആ ടിഷ്യൂ പേപ്പറിൽ തുപ്പിയിട്ട് കീസിൽ വെച്ചാലും വേണ്ടിയില്ല, പുറത്തേക്ക് തുപ്പൂല. അത്രക്ക് സൂക്ഷ്മത പുലർത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ഏറ്റവും കൂടുതൽ മാന്യമായ പെരുമാറ്റവും സംസ്കാരവും പഠിപ്പിച്ച ഒരു മതമായിട്ട്, പക്ഷേ ആ മര്യാദകളൊന്നും ജീവിതത്തിൽ പകർത്താൻ പലപ്പോഴും വിശ്വാസികളായ നമുക്ക് സാധിക്കാറില്ല. ആ വിഷയം കേട്ടപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാനിങ്ങനെ ആ A to Z മുതൽ ഓരോ മര്യാദ ഇങ്ങനെ പറയുന്നു. പക്ഷെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. പലപ്പോഴായി നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്, പുതിയ ഒരു കാര്യം ഞാൻ പറയുന്നില്ല. പഠിച്ചത് പ്രാവർത്തികമാക്കുന്നിടത്തുള്ള പരാജയവും അപജയവും സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഓരോ മര്യാദയും പറയാൻ നിന്നാൽ അതന്നെ ഉണ്ടാവും ഓരോ ക്ലാസ്സിനും. അപ്പോൾ പിന്നെ അതൊരു വലിയ മര്യാദ കേടാവും. എല്ലാ മര്യാദയും കൂടെ ഇവിടെ പറയാൻ നിന്നാൽ ഇല്ല. ഞാനൊരു സൂചന തരുന്നുള്ളൂ. വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്താ? വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നുള്ളതാണ്. ശരി, സലാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇഖ്റ അലാമൻ താരിഫ് മല്ലൻ താരിഫ്. അറിയണോനും പറഞ്ഞോ അറിയാത്തവനും പറഞ്ഞോ. നമുക്കിപ്പോൾ വലിയ ക്ഷീണം പറ്റിയിട്ടുണ്ട്. എങ്ങനെ? അറിയണോന് തീരെ പറയില്ല. എന്താ? മറ്റില്ല, പറയാൻ പറ്റൂല. അറിഞ്ഞു എന്നുള്ളതാണ് സലാം പറയാനുള്ള തടസ്സം. നോക്കണം നിങ്ങൾ. അങ്ങനെയായി. അറിഞ്ഞോനും അറിയാത്തവനും പറഞ്ഞോ എന്നുള്ളത് ഇപ്പം എന്തായി? അറിയുമെങ്കിൽ പറയണ്ടെന്നാണ്. കാരണം നമുക്കറിയാലോ എവിടെയാണ്. അതുകൊണ്ട് എവിടുന്നാ വരുന്നു എന്നേ ചോദിച്ചോളൂ. എല്ലാ ലോകം പറയും, സലാം മാത്രമല്ല. സുബ്ഹാനല്ലാഹ്.
നമ്മളവിടെ ഗ്രൂപ്പ് തിരിക്കുകയാണ്. ഗ്രൂപ്പ് അറിഞ്ഞിട്ടില്ലെങ്കിലോ സലാം പറയാൻ കുറേ വെക്കും ചെയ്യും. അത് ശരി, എന്നാൽ ശരി, ഞാൻ എന്നാൽ തീരെ മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും അരമണിക്കൂർ വർത്താനം കഴിഞ്ഞിട്ട്. കാരണം എന്താണെന്നറിയോ, മനസ്സിലായി ഓ ഞമ്മൻ്റെ ആൾ തന്നെയാണ്. അതാണ് അപ്പം പിടിച്ച് സലാം പറയണത്. സലാം പറയുന്നിടത്തൊരു മര്യാദ ഉണ്ട്. അതെന്താ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അർ-റാക്കിബുലിൽ മാഷി, വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനാണ് സലാം പറയേണ്ടത്. കൂട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ആ സലാമിൻ്റെ മഹത്വം നമ്മളുടെ ചെറുപ്പക്കാരുടെ സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് ഇത്രയും നല്ല ഒരു അഭിവാദ്യം വേറെ ഇല്ല. ഏതൊരു സഹോദരനെ കണ്ടുമുട്ടുമ്പോഴും അവന് രക്ഷയും സമാധാനവും നേരുന്ന ഒരു അഭിവാദ്യം. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അഭിവാദ്യം എന്താ? ഹലോ എന്നുള്ളത് ഇതിന് പകരാകുമല്ല. ഒരു ഒച്ച എന്നല്ലാതെ തത്ത ഹായ്, മറ്റോ അതിനനുസരിച്ച് കൂയി ദത്താത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കുമ്പോൾ ഈ മനുഷ്യനാകണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഒരു പൂച്ച, ഇപ്പം അതിനെ പറഞ്ഞേക്കാൻ കഴിയണില്ല. ഒരാൾ സതക്കയച്ച് തന്നാൽ അത് നിങ്ങൾ വെച്ചിക്കോളി അണിയാണ്ട്. ഇപ്പോൾ പൂച്ചയും കുടുങ്ങി, ഞാനും കുടുങ്ങി. എന്താ പ്രശ്നം എന്നറിയ നിങ്ങൾ? നമ്മൾ ചെല്ലണ കാത്തിക്കാണ്. നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് ഇങ്ങോട്ട് കരയും. ഇതാ ഞാൻ വന്നിക്കണം ഇട്ടോന്ന് ഒന്ന് തൊട്ടുരുമിയിട്ട്. ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ ഈ പൂച്ചക്കെങ്ങാനും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം അസ്സലാമു അലൈക്കും എന്ന് അറിയില്ല. അത്രക്ക് ഞാൻ പറയുന്നത്, ഒരു നാൽക്കാലി ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആടിനെ നോക്കണോന്നറിയാം, ഒരു പശുവിനെ നോക്കണോന്നറിയാം, അതിന് പുല്ലും വൈക്കോലും വെള്ളും ഒക്കെ കൊടുക്കണ ആളാണെങ്കിൽ ആ യജമാനെ കാണുമ്പോൾ അതൊന്ന് വിഷ് ചെയ്യുന്നുണ്ട്. ഒന്ന് തൊണ്ടനക്കും എന്നറിഞ്ഞിട്ടോ ഒന്ന് അരളിയിട്ടോ നോക്കണം നിങ്ങൾ. അതേമാതിരി ഒരു ഒച്ച ഉണ്ടാക്കാനാണ് ഈ മനുഷ്യനെന്നുണ്ടെങ്കിൽ ദത്ത പിന്നെ ഓന്നാക്കാലും തമ്മിൽ വ്യത്യാസം. ഹായിന്നോ കൂയിന്നോ പറയണമെങ്കിൽ ഇല്ലല്ലോ. അവ തൊള്ള തുറന്ന് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. ലോകത്ത് കിട്ടാത്തൊരു മുതലാണ് സമാധാനം, രക്ഷ. അതിനുവേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയാണ്, സഹോദരാ നിനക്ക് രക്ഷ ഉണ്ടാകട്ടെ. അപ്പം അവിടെ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. ആ മുസ്ലിമീങ്ങൾ സലാം പറഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്ക് സലാം പറയാൻ പറ്റുമോ? ഏറ്റവും ശ്രദ്ധേയമായ അഭിപ്രായം പറ്റും എന്നുള്ളതാണ്. ഒരു അമുസ്ലിമാണെങ്കിലും അയാളുടെ പാരത്രികമായ ഇസ്തിഗ്ഫാർ ലക്ഷ്യം വെക്കാതെ ദുനിയാവിലുള്ള അയാളുടെ സുഖവും സൗകര്യവും സന്തോഷവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കും രക്ഷയുണ്ടാകട്ടെ എന്ന് ഒരു അമുസ്ലിമിനോട് പറയാം. ഒരു അമുസ്ലിം ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ട പലരും ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. അവിടെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഒന്നുമില്ല, എല്ലാം അസ്സലാമു അലൈക്കുമാണ്. അലിഗർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. കാതിനൊക്കെ അലാക്കിൻ്റെ തൊള്ള ഉണ്ടാവും, എന്നാലും വേണ്ടിയില്ല ഓ സലാം പറയും. അപ്പൊ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് അങ്ങോട്ട് പറയണം. അതുപോലെ തന്നെ അങ്ങോട്ടും സലാം പറയണം. ആ സലാമിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സലാമിൻ്റെ മര്യാദ അത്രേ. ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഏതൊരു മര്യാദയാണ്? നമുക്കൊരു മര്യാദ. അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ആ തൂണും ചോരുമാണ് ഫില്ലാവും, നടു മുഴുവൻ ഒഴിഞ്ഞ് നടക്കും. ഇപ്പോൾ ഇരിക്കണോല് ഇനി അനങ്ങൊന്നും വേണ്ട, അവിടെ ഇരുന്നോളെ. മൂപ്പര് നോമ്പും നോറ്റ് പറഞ്ഞ് അവസാനം ഇപ്പം കവാലത്തുകാർ നമ്മളെ നേറ്റുകിടക്കൽ തുടങ്ങി. എന്നാലും വിചാരിക്കണ്ടങ്ങൾ അവിടെ ഇരുന്നോളെ, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ആകെ കുറച്ച് ആൾക്കാർ, ആ ഉള്ള ആൾക്കാർ ജമാഅത്തിനോ ജുമാക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ആദ്യം അവനാൻ്റെ ചില റിസർവ്ഡ് തൂണുകൾ ഉണ്ടാവും, അവിടെ പോയിട്ട് ആദ്യം ഇരിക്കും. അതൊരു അപമര്യാദയാണ് സദസ്സിൻ്റെ. ആ ഇരിക്കണോൻ്റെ മനസ്സിലെന്താ, തരപ്പെട്ടൊരു ഉറക്കം ഇങ്ങനെ വന്ന് കിട്ടിയാൽ വലിയ കിട്ടലാണെന്ന് വിചാരിച്ചിട്ടാണ് ഓ ഇരിക്കണേ. കാരണം ഉറങ്ങാൻ കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ചിന്തയൊക്കെ കൂടെ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് ഉറക്കം വരില്ല. എന്നാൽ ഒരു ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുത്തുബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാരി ഇരുന്നാൽ പ്രത്യേകിച്ച് ചിന്ത ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൻ അങ്ങനെ ഉറങ്ങും ചെയ്യും. ഇബ്ലീസിൻ്റെ പണിയാണ്. അപ്പം നിങ്ങൾ ഉറങ്ങാതെക്കാനാണ് നോക്കേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യും കൂട്ടിപ്പിടിച്ച് കണ്ട് ഇങ്ങനെ ആ ഹബാത്തിൻ്റെ ഇങ്ങനെ ഇരിക്കണീനെ പ്രവാചകൻ എതിർത്തിട്ടുണ്ട്. എന്താണത്? അത്
പിന്നെ കയ്യിലുള്ള തുണി കൊണ്ട് കാലിൻ്റെ മുട്ടും ഊരിയും കൂടെ കുട്ടിയിട്ട് ഒരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓനെ സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ ഉറക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഖുതുബ ശ്രവിക്കാൻ പറ്റാതെ ആവും. ബാക്കി ഖുതുബ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. അത് ഖുതുബയാണ് എന്നാണ് മനസ്സിലായാൽ മതി. എൻ്റെ ഒരു അമ്മായിൻ്റെ കുട്ടി ഗൾഫിൽ പോയി, അറബി ഇൻ്റർവ്യൂ നടത്തി ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയുമെന്നാണ്. അപ്പോൾ മൂപ്പര് ചോദിച്ചു. അതിൽ ഇയാൾ മൂപ്പര് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇജ്ജ് അറിയുന്നാണ്ട് പറഞ്ഞാളെ, ഇപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടാതെ കണ്ടാണ്. അറിയുന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, മൂപ്പര് എന്ത് ചെയ്തു, മേശയിൽ ഒരു ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് ഇതൊന്ന് വായിച്ചാൻ പറയായിരുന്നു. അതോടുകൂടി മറ്റേ ആളെ കണ്ണ് കൊണ്ടെന്നല്ലേ എന്നോടിത് വായിച്ചു കൊടുക്കാനാ പറഞ്ഞത്. എന്ത് പരിപാടിയപ്പോൾ അത്, ഇംഗ്ലീഷ് കണ്ടാൽ തിരിയുന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ഇംഗ്ലീഷാണെന്ന് കണ്ടാൽ തിരിയുന്നല്ലാതെ കൂടുതൽ വിവരം അതേമാതിരിയുള്ള തിരിവ് മതി എന്നാണ് നമ്മളെ പണ്ഡിതന്മാർ പലരും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത്. എന്ത് ആ നടത്തുന്നത് ഖുതുബയാണെന്ന് തിരിഞ്ഞാൽ മതി. എത്താപ്പം അത് തിരിച്ചില്ല. എന്നാൽ തന്നെ ഖുതുബയായി എന്നാണ്. അതുകൊണ്ടായില്ല. ഖുതുബയാണെന്ന് തിരിഞ്ഞാൽ പോരാ, എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകണം. മനസ്സിലായില്ലെങ്കിലോ അവിടെ എത്ര ആളാണോ പിന്നെ മനസ്സിലാകാത്തവരുള്ളത് എല്ലാവരും ജുമയും ബാത്തിലാന്ന് എഴുതി വെച്ച ഫിഖ്ഹിൻ്റെ കിതാബുകളുണ്ട്, കല്യൂബി പോലെയുള്ള ഗ്രന്ഥങ്ങൾ. ഖുതുബ നടത്തി ആർക്കും ഖുതുബ തിരിഞ്ഞില്ല നിൽക്കുക, എന്നാൽ ബത്തലത്ത് ജുമുഅത്തുൽ കുല്ലീന, എല്ലാവരും ജുമയും ബാത്തിലാണ്. മനസ്സിലാകാത്ത ശുദ്ധ അറബി ഭാഷയിലാണ് ഖുതുബ നടക്കുന്നത്, നേരെ തിരിച്ചാ പ്രചരിപ്പിക്കൽ. അപ്പോൾ മലയാളത്തിലാണ് ഖുതുബ, അങ്ങോട്ട് പോകണ്ട, കേൾക്കണ്ട, കാതിന് കോർക്കിട്ടാളി എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് പറ്റിക്കാൻ നോക്കുന്നത്. നേരെ തിരിച്ചാണ് ഷാഫി ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുതുബ മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ജുമഅന്നെ ശരിയല്ല എന്ന് പറഞ്ഞവരാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ഉറങ്ങാനായിട്ട് വന്നിരിക്കരുത്. അങ്ങനെ ഒരു സദസ്സിന് പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിനെ പറ്റി ഉസാമത്ത് ബിൻ ശുറൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല കുന്നാ ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ തിരുസന്നിധിയിൽ ഇരുന്നിരുന്നത് എങ്ങനെയാണ്, കഅന്നമാ അലാ റൂസിനാ അത്തയ്ർ, ഞങ്ങളുടെ തലയിലൊക്കെ വല്ല പക്ഷികളും വന്നിരിക്കണ കോലത്തിൽ. ഒരു പക്ഷി തലയിൽ ഇരിക്കുന്നുണ്ട്, തല അനക്കിയ പക്ഷി മാറിപ്പോവും എന്ന് വിചാരിച്ചിട്ട് തല ആട്ടാതെ അനക്കാതെ ഇരിക്കുന്ന രൂപത്തിലായിരുന്നു ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരുന്നിരുന്നത്. മായത്തക്കല്ലമു മിന്നാ മുത്തക്കല്ലിമുൻ, ഒരാളും അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സംസാരിച്ചിരുന്നില്ല. ഇദ് ജാഅഹു ഉനാസുൻ, അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രവാചക സന്നിധിയിൽ കുറച്ച് മനുഷ്യന്മാർ വന്നു. ഫഖാലു, അവർ പ്രവാചകനോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, മൻ അഹബ്ബ ഇബാദല്ലാഹ് ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർ ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഖാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, അഹ്സനുഹും ഖുലുഖ, അവരിൽ ഉത്തമമായ സ്വഭാവമുള്ളവരാണ്. നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെയാണ് സർവശക്തനായ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി അതിലുണ്ട്. നല്ല പെരുമാറ്റവും സ്വഭാവവും വേണം, അവരെയാണ് പടച്ചോൻ ഇഷ്ടം. വിശ്വാസി നോമ്പുകാലത്ത് നേടിയെടുത്ത വലിയൊരു നേട്ടം ആത്മനിയന്ത്രണം, ആത്മസംയമനം. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ സന്തുലിതാവസ്ഥയോടെ പെരുമാറാനുള്ള കഴിവ്. ഇങ്ങോട്ട് മോശമായി പെരുമാറാൻ ഒരാൾ ശ്രമിച്ചാലും അയാളോട് മാന്യമായി പ്രതികരിക്കുക. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഖൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അള്ളാഹുവിൻ്റെ ഉദാത്തരായ ദാസന്മാർ ആരാണ്? നല്ല വിനയത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കുന്നവർ, അഥവാ ഭൂമിയിൽ വിനയാന്വിതരായി ജീവിക്കുന്നവർ. അവരുടെ ഒരു വലിയ പെരുമാറ്റ ഗുണം വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവര് ജാഹിലുകളുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കും? ഖാലൂ സലാമ,
സലാം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തടിക്കാൻ നോക്കും. ഓനേറ്റ് അവിടെ വെച്ചിട്ടാൻ നിൽക്കൂല. അവൻ അവിവേകം ഇങ്ങോട്ട് പറഞ്ഞാൽ ഓനെ കൊണ്ട് പിന്നെയും പറയിപ്പിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുക. എന്തേജ് പറഞ്ഞു കേട്ടില്ല, ഒന്നും കൂടെ പറഞ്ഞാൽ ഓൻ പറഞ്ഞത് തന്നെ വേണ്ടാത്ത പിന്നെ എന്തിനഞ്ഞ് പിന്നെയും പറയിപ്പിച്ചവനെ കൊണ്ട്. അങ്ങനത്തെ ചില അവിവേകികളുമായി ഇടപെടാൻ അവസരം വന്നാൽ എന്തൊരു നിലപാട് സ്വീകരിക്കണം? കവി പറഞ്ഞു, തീരെ വിവേകമില്ലാത്ത ഒരു മനുഷ്യൻ നിന്നോട് മോശമായി പെരുമാറാൻ ഇടവന്നാൽ നീ എന്ത് നിലപാട് സ്വീകരിക്കണം? ഫകുൻ കഅന്നക ലം തസ്മഅ വലം യഖുലി, നീ ഒന്നും കേട്ടിട്ടില്ല, ഓനൊന്നിട്ട് പറഞ്ഞിട്ടില്ല. ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി. അവിടെ ചാറാകാൻ നിൽക്കണ്ട, വേഗം തടിയിരിക്കുകയാണ് നല്ലത്. ഒരു വലിയ പെരുമാറ്റത്തിൻ്റെ രീതിശാസ്ത്രം ഇസ്ലാം പഠിപ്പിക്കുക. എല്ലാ മനുഷ്യന്മാരും ഒരേ ഗ്രേഡിലുള്ളവരല്ല, എല്ലാവരും ഒരേ സംസ്കാരം കീപ്പ് ചെയ്യുന്നവരല്ല. തീരെ സംസ്കാര ശൂന്യരായ മനുഷ്യന്മാരുണ്ടാകും. അവര് മോശമായി പെരുമാറാൻ ഇട വന്നാൽ തന്നെ അവന് കുഴപ്പമൊന്നും പറ്റൂല. പക്ഷെ നമ്മളെ ശരീരത്തിലാണ് ചെളി തെറിക്കുക. അപ്പം നമ്മളെ ശരീരം നമ്മൾ കാക്കണം. വേഗം സലാം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ നേരമില്ല, നമുക്ക് പിന്നെ പറയാം അസ്സലാമു അലൈക്കും തന്നെയാണ്ട് തടിയിരിക്കുകയാണ് നല്ലത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മനുഷ്യനാകുന്നത് അവൻ്റെ നാവ് കൊണ്ടാണ് എന്ന് കവി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ റമളാനിൻ്റെ പകലുകളിൽ നമ്മൾ നേടിയെടുക്കുന്ന വലിയൊരു നേട്ടം. ഇങ്ങോട്ട് പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായാലും പ്രകോപിതനാകാതെ അവൻ എന്തു നിലപാട് സ്വീകരിക്കും? ഫല്യഖുൽ ഇന്നിമ്രുഉൻ സ്വാഇം, എനിക്ക് നോമ്പാണോടോന്ന് ഒരട്ടം പറഞ്ഞാൽ പോരാ, രണ്ടട്ടം. ഒന്ന് ഓനോടും ഒന്ന് സ്വന്തത്തോടും. എനിക്ക് നോമ്പാ, പ്രതികരിക്കണം എന്നുണ്ട്, കയ്യും ചെയ്യും, പക്ഷെ ഇപ്പം പറ്റൂല. അതാണ് മാന്യത. എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞാൽ മാറിയാൽ മതി. അതാണ് അവിടെ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. വല്ലാത്തൊരു സംഭവമാണ്. അവിടെയുള്ള വലിയൊരു വഴക്കും വക്കാണും ഇല്ലാതാക്കാൻ പറ്റിയൊരു നിലപാട്. ഈ മനുഷ്യൻ്റെ നാവാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ഹൈവാനും നാത്തിക്കാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻ. സംസാരിക്കുന്ന ജീവിയാണ്. എന്നാൽ മൗനം അവലംബിക്കുന്നിടത്ത് മൗനം അവലംബിക്കാൻ അവന് കഴിയണം. ആ മൗനത്തിൻ്റെ വാല്യൂ അവൻ ഉൾക്കൊള്ളണം. സ്പീച്ച് ഈസ് സിൽവർ ബട്ട് സൈലൻസ് ഈസ് ഗോൾഡ്. ഇംഗ്ലീഷിലെ ഒരു പ്രോവർബാണ്, ഒരു പഴമൊഴി. സ്പീച്ച് ഈസ് സിൽവർ, സംസാരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെള്ളി പോലെ. എന്നാൽ മൗനമോ അത് ഗോൾഡാ, സ്വർണ്ണ. വെള്ളിയേക്കാൾ വിലയുണ്ട് സ്വർണത്തിന്. ചിലപ്പോൾ വർത്താനം പറയുന്നതിനേക്കാൾ അർത്ഥഗർഭമായിരിക്കും മൗനം. ആ മൗനത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മോശമായി ചീത്ത പറഞ്ഞവരോടൊന്നും പ്രവാചകൻ മോശമായി അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പ്രവാചകനെ മോശമായി ചീത്ത പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർത്ഥഗർഭമായ മൗനം ദീക്ഷിച്ചു. അത് കേട്ട ഒരു സ്ത്രീയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞത്, നിങ്ങളുടെ മുഹമ്മദിനുണ്ട് ഇവിടെ ഇട്ടുകാണ്ട് അബൂജഹൽ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് കേൾക്കേണ്ടതായി. നിങ്ങളെ മൊത്തം തറവാടിനെ എടുത്തു പറയുന്ന കോലത്തിലായിപ്പോയി ആ വർത്താനം. അത് വല്ലാത്തൊരു ചീത്തയായിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനാണ് ചോര തിളച്ചു. ഒരു വേട്ടയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ആ കുന്തങ്ങനെ തോളിൽ വെച്ചിട്ട് വരുന്ന വരവ് നേരെ അബൂജാലിൻ്റെ അടുത്തേക്കാണ് ചെന്നിട്ട് അതിൻ്റെ മോനോണ്ട് ഒരു തോണ്ടൽ. ആരെ? അബൂജാലിനെ. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ മുഹമ്മദിനെ പറഞ്ഞോന്ന് ചോദിച്ചു. അബൂജാൽ മുണ്ടിയില്ല. കാരണം ആ തോണ്ടൽ ലേശം ഊക്കിലായിരുന്നു. അടുത്ത തോണ്ടൽ വരുന്ന ആർക്കറിയാം? അബൂജഹലിനറിയാം. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മര്യാദക്ക് നിന്നോ, നിങ്ങൾക്ക് ഒരു കാര്യമില്ല കേൾക്കണ്ട്, ഇന്ന് മുതൽ ഞാനും മുഹമ്മദിൻ്റെ ആളാ. കഴിഞ്ഞു വരാം. ഇന്ന് മുതൽ ഞാനും ഇനി മുഹമ്മദിൻ്റെ ഒപ്പം. ഈ എന്താ ചെയ്യുക, ഇനി എന്താ പറയുന്നൊന്ന് കാണണം. അങ്ങനെയാണ് ചില മനുഷ്യന്മാർ. ഇന്ത്യ അവിടെ വിജയം പ്രവാചകൻ്റെ ആ മൗനം. അതേസമയത്ത് ഇങ്ങോട്ട് നാലെണ്ണം പറഞ്ഞു, രണ്ടെണ്ണെങ്കിലും അങ്ങോട്ടും പറഞ്ഞു ഒപ്പിച്ചിക്കണ്, ഞാനും മുണ്ടാണ്ടെന്നിട്ടൊന്നുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇത് നമ്മൾ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ച ഒരു വലിയ പാഠമാണ്.
കവി പറഞ്ഞല്ലോ, നാവ് എന്ന് പറയുന്നത് ഒരു പാമ്പാണ്. നാവ് ഒരു പാമ്പാ. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. ദന്തങ്ങളാകുന്ന അഴികൾക്കുള്ളിലാണ് പടച്ചതമ്പുരാൻ നാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് പുറത്തേക്ക് എടുക്കണത് സൂക്ഷിച്ചു വേണം. അത് നിന്നെ കൊത്താതിരിക്കട്ടെ, അതൊരു പാമ്പാ. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു പണ്ഡിതനായിരുന്നു. അതോടൊപ്പം ഒരു സലഫി വീക്ഷണം സ്വീകരിച്ച ഒരു നല്ല മഹാത്മാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജബാൻ थे तो देखने में एक गोश्त के टुकड़ा है लेकिन तुम्हारा कारनामा बहुत अजीब है. നാവ് നോക്കിയാൽ ഒരു ഇറച്ചിത്തുണ്ടം, വളരെ ചെറിയ ഒരു ഇറച്ചിയുടെ കഷ്ണം മാത്രം. പക്ഷേ ലേക്കിൻ തുമാരാ കാർനാമ ബഹുത്ത് അജീബ് ഹൈ, ഈ നാവിൻ്റെ പ്രവർത്തനം വളരെ അത്ഭുതം തന്നെ, മഹാ അത്ഭുതമാണ്. ആ നാവാണ് പലപ്പോഴും കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കുന്നതും പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും. കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കാനാണ് ഒരു വിശ്വാസി തൻ്റെ നാവ് പ്രയോഗിക്കേണ്ടത്. അവർ അനാവശ്യമായ സംസാരത്തിൽ നിന്ന് തൻ്റെ നാവിനെ നിയന്ത്രിക്കും. മേന്മയാർന്ന ഇസ്ലാം ഏതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഗതി എല്ലായിടത്തേക്കും ഫിറ്റാ. എന്താ പ്രവാചകൻ പറഞ്ഞത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമുമായിട്ട് അതിലെ ഏറ്റവും മേന്മയാർന്ന ഭാഗം ഏതാണ്? തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തോടത്തുനിന്ന് മാറി നിൽക്കലാണ്. ആവശ്യമില്ലാത്ത ചെന്ന് തലടലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. എന്തെങ്കിലും പൂരാതി വേണ്ടാത്ത വർത്താനൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് തലട്ടിട്ട് തെന്നേന്ന് വെച്ചാൽ നിൽക്കണ്ട. അത് നമുക്ക് ചേർന്നല്ല. എന്താ പറയേണ്ടത്? അനാവശ്യമായ സംസാരം കേൾക്കാനിടയായാൽ, പ്രവൃത്തി കാണാനിടയായാൽ അവിടുന്ന് വിശ്വാസി മാറി നിൽക്കും. ആ വിശ്വാസി പറയും, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം, നമുക്ക് നമ്മുടെ പ്രവർത്തനം. ലാ നബ്തഗിൽ ജാഹിലീൻ, ജാഹിലീങ്ങളായിട്ട് നമുക്കൊരു ബന്ധമില്ല, അവരെ നമുക്കിട്ട് ആവശ്യമില്ല, നമ്മൾ ഇതിൽപ്പെട്ട ആളല്ല. വേഗം തടിയിരിക്കും, അവിടുന്ന് തല തിരിച്ചു കളയാം. നോമ്പിന് നമ്മൾ ശീലിച്ചതാകാം. വല്ലാതെ ഗൈബത്തിനും നമീമത്തിനും ഫിത്നക്കും ഫസാദിനൊക്കെ ഒരു അറുതി വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ മാതിരിയല്ല, ഹൈടെക് സൗകര്യങ്ങളാണ് ഇതിനൊക്കെ. വേണ്ടാത്തൊരു വർത്താനാണ് പ്രചരിച്ചിട്ട് മറ്റോന് മെസ്സേജ് ആണ്ട് അയക്കുകയാണ്. അടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണും ഫോർവേഡ് ഇങ്ങനെ മീങ്ങണ്, മറ്റോണ്ടാണ് ഫോർവേഡ് ജാന്. ഒരൊറ്റ നെക്കെത്തിയാൽ മതി, ഇഷ്ടംപോലെ ആളുകളിലേക്ക് അതങ്ങനെ എത്തിക്കൊണ്ടേ ഇരുന്നോളും അല്ലേ? പക്ഷെ നമ്മളായിട്ടത് വേണ്ട. പണ്ടൊക്കെ ഒരു ഗീബത്ത് പറയണമെങ്കിൽ നമീമത്ത് പറയണമെങ്കിൽ മെൻകെട്ടി ഇരുന്ന് പറയണ്ടേ. ഇപ്പം അത് വേണ്ട, ഒറ്റ മഹലൂക്കും വേണമെന്നില്ല, ഒരു മൊബൈൽ മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ സിം ഇങ്ങനെ മാറി മാറി എടുക്കണം. എന്നാൽ നല്ല നല്ല ഓഫർ, ഗീബത്തിനുള്ള ഓഫറുണ്ട്, നമീമത്തിനുള്ള ഓഫറുണ്ട്, ഫിത്തനക്കുള്ള ഓഫറുണ്ട്, ഫസാദിനുള്ള ഓഫറുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളങ്ങനെ വേണ്ടാത്ത വർത്തമാനങ്ങളും വിഷയങ്ങളും ആളുകളിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഗീബത്തിൻ്റെയും നമീമത്തിൻ്റെയും കുറ്റം കിട്ടൂലേ? നമ്മളൊന്ന് ആലോചിക്കുക. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മടങ്ങായിരിക്കും നമുക്ക് ലഭിക്കുന്ന ശിക്ഷ. നമ്മൾ പടച്ചവനെ പേടിക്കുക. ഞാൻ പറഞ്ഞു വന്നത് നാവിനാലുള്ള വിപത്തുക്കളെക്കുറിച്ചാണ്, സംസാര മര്യാദകളെക്കുറിച്ചാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാര മര്യാദ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മിൻ അഖ്ലാഖിൽ മുഅ്മിൻ ഹുസ്നുൽ ഹദീസ് ഇദാ ഹദ്ദത്ത്. വർത്താനം പറയുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുക. വഹുസ്നുൽ ഇസ്തിമാ ഇദാ ഹുദ്ദിത്ത്. ഇങ്ങോട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വർത്താനം കേട്ടിരിക്കുക. വഹ്സുനുൽ ബിശ്ർ ഇദാ ലഖിയ. കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി സുസ്മേരവദനായി ആ മുഖം കാണിക്കുക. വവഫാഉം ബിൽ അഹദ് ഇദാ വഅദ. വല്ല വാഗ്ദത്തവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുകയും ചെയ്യുക. ഇതാണ് വിശ്വാസി സ്വീകരിക്കേണ്ട ഒരു രീതി. രണ്ട് സംഗതി പ്രധാനമാണ്, നമ്മുടെ സംസാര മര്യാദയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണത്?
ഇങ്ങോട്ട് പറയുമ്പോൾ കേൾക്കുക. നമുക്ക് ആ ഒരു പ്രതിപക്ഷ ബഹുമാനെങ്കിലും വേണം. അവൻ എന്താണോ പറഞ്ഞ എതിരഭിപ്രായമായിരിക്കും ആവട്ടെ, കയ്യും കെട്ടി ശരിക്ക് കേട്ട് നിൽക്കുക. അതിന് ശേഷം വേണം അതിന് പ്രതികരിക്കാൻ. നമ്മളെ പീഡിയക്കൊലായിൽ അലാക്കിൻ്റെ തൊള്ളത്തല്ലുണ്ടാവും. അതിൻ്റെ രീതി എങ്ങനെയാണ്? ഒരുത്തം പറയും, അതിനേക്കാൾ വച്ചിലും മറ്റോനും പറയും. ഓൻ പറയാൻ തുടങ്ങുമ്പോഴത്തേനും പറയും ഇജ്ജ് പറയണ്ട, ഇജ്ജ് പറഞ്ഞ എനിക്ക് കേൾക്കണ്ട. എന്നാ ഓൻ പറിച്ചിട്ട് ഉത്തുവോ? ഇല്ല. എന്നാ ഇപ്പം പറയാതെ വെക്കുവോ? ഇല്ല. രണ്ടുകൂട്ടരും പറഞ്ഞിട്ടുണ്ടാവും, രണ്ടുകൂട്ടർ പറഞ്ഞു, രണ്ടുകൂട്ടർക്കും കേൾക്കും വേണ്ട. ഏയ് ഈ പറഞ്ഞ എനിക്ക് കേൾക്കേ വേണ്ട, എന്നിട്ടോ ഇപ്പം പറഞ്ഞ മറ്റോ കേൾക്കും വേണം. എന്ത് വലിയതേ. അങ്ങനെയല്ല. ഓൻ പറയുന്നത് ആദ്യം നമ്മൾ കേൾക്കണം. ശരി, ഓൻ പറഞ്ഞു കഴിഞ്ഞോ, നിനക്കതിനെ ഗണ്ണിക്കാൻ അവസരമുണ്ട്, നിന്റെ അഭിപ്രായം കൂടെ നിനക്ക് അവനെ അറിയിക്കാനുള്ള അവകാശവുമുണ്ട്. അതിനാദ്യം എന്ത് ചെയ്യണം? ഓൻ പറഞ്ഞതൊന്ന് സന്മനസ്സോടെ കേൾക്കാൻ തയ്യാറാകണം. ഇതാണ് സംസാരത്തിൽ ഒരു മര്യാദയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തായിരുന്നാലും നാവ് എന്ന് പറയുന്നത് നമുക്ക് നരകവും സ്വർഗവും നേടിത്തരാൻ പറ്റിയ ഒരു അവയവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഓരോ വാക്കും അള്ളാഹു രേഖപ്പെടുത്തി വെക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. ആദാബുൽ ജലീസ് വൽ മജാലിസ്, ഒരു സദസ്സിലിരിക്കുമ്പോഴുള്ള മര്യാദ, ആദ്യത്തെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദസ്സ് മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റിയ പാകത്തിൽ നമ്മൾ വിശാലമാക്കണം. വിശുദ്ധ ഖുർആൻ അക്കാര്യം നമ്മളെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ്, ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയ പാകത്തിൽ സദസ്സൊന്ന് വിശാലമാകണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫഫ്സഹു ഫിൽ മജാലിസ്, ഫഫ്സഹു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വിശാലാക്കി ഇരുന്നോർക്കണം. ബസ് കയറുമ്പോൾ വരെ പ്രസക്താണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ സംഭവം. രണ്ടാക്കുള്ള സീറ്റാവും, വേണമെങ്കിൽ ഒരു മൂന്നാളെ ഒപ്പിച്ച ഒന്ന് അടുപ്പിച്ച് ഇരുന്നാൽ മതി. ഇനി ഒന്നും വേണ്ട, കമ്പിമങ്ങനെ പിന്നെ തൂങ്ങിക്കളിക്കണ സാധുവിൻ്റെ കയ്യിലുള്ള സാധനം മേടിച്ചിട്ട് നിങ്ങൾ കാര്യം ചെയ്യുക, സാധനം ഇങ്ങനെ തന്നാലേ അത് ഞാൻ പിടിച്ചോളാം, ഇറങ്ങുമ്പോൾ മേടിച്ചാൽ മതി. കണ്ടോ, അതും വലിയൊരു സൗകര്യം. ഒരു വിശ്വാസിയുടെ വിശാല മനസ്കത. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെയൊക്കെ സീറ്റ് കൊടുത്ത് സഹായിക്കേണ്ടവരാണ് സ്ത്രീ സമൂഹം. പക്ഷെ അവരാണ് തീരെ പിശുക്ക് കാണിക്കാറുള്ളത്. ഒരു ഇഞ്ച് പോലും നീങ്ങിക്കൊടുക്കാൻ ഒരു തയ്യാറാവില്ല. കാരണം അജ്ജാതി ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഡ്രസ്സ് ചുളിന്ന് വിചാരിച്ചു കണ്ട് അനങ്ങാൻ തയ്യാറാകൂല. ഓ നിന്നാലും വേണ്ടിയില്ല, വീണാലും വേണ്ടിയില്ല, തൂങ്ങിയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, നേരത്തെ ക്വാറന്റീനും എന്നുള്ളൊരു കോലത്തിലാവാം. നേരത്തെ ക്വാറന്റീനും എന്നുള്ള രൂപത്തിൽ ശരിയല്ല. നമ്മുടെ സഹോദരൻ നമ്മൾ മാനിക്കണം. മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മര്യാദ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വാസിലത്ത് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ദഖല ഇലയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ഫിൽ മസ്ജിദ് ഖാഇദ് ഫതസഹസഹ ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കെ പ്രവാചക സന്നിധിയിലേക്ക് ഒരാളൻ കയറി ചെന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ചന്തി അനക്കിയിട്ടൊന്നിങ്ങനെ അതവിടെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു മാനിക്കൽ. അപ്പോൾ ഇത് കണ്ട ഒരാൾ പറഞ്ഞു, ഫഖാല റജുൽ, എന്താ പറഞ്ഞു? യാ റസൂലല്ലാഹ് ഇന്ന ഫിൽ മക്കാനി സഅ, പ്രവാചകർ നിങ്ങൾ നീങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ സ്ഥലം ഉണ്ടല്ലോ, അവനിവിടെ ഇരിക്കാലോ എന്നുള്ള എനിക്ക്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലിൽ മുസ്ലിമി ഹഖ്ഖ ഇദാ റആഹു അഖൂഹു അൻ യതസഹസഹ ലഹു.
ഒരു മുസ്ലിമിന് ഒരു ഹക്കുണ്ട്, ഒരു ബാധ്യത ഉണ്ട്. അവൻ്റെ സുഹൃത്തായ സഹോദരനായ മുസ്ലിമിനെ കാണുമ്പോൾ അവന് വേണ്ടി ഒന്ന് അനങ്ങല്. നമ്മളൊക്കെ ചന്തി സ്ക്രൂ വെച്ച് ഉറപ്പിച്ച മാതിരിയുള്ള ഇരുത്തായിരിക്കല്. ഇത് എനിക്കുള്ള കസേരയാണ്, ഞാനാണ് ആദ്യം വന്നത്, ഞാൻ ഇവിടെ ഇരിക്കും, ഇരുന്നാലും വേണ്ടില്ല ഇന്നില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള കോലത്തിൽ. അങ്ങനെയല്ല. കസേര അവിടെ ഉണ്ട്, ഓന് സീറ്റുണ്ട്, എന്നാലും വേണ്ടില്ല, എന്താ വരി ഇതവിടെ ഇരിക്കും. ഒരു ചെറിയൊരു അനക്കം, അതൊരു അംഗീകാരമാണ്, ഒരു ആദരിക്കലാണ്. അതൊരു വിശ്വാസിയുടെ ബാധ്യതയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. മദീന പള്ളിയിൽ സ്ഥലം ഉണ്ടായിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാണ്ട് അനങ്ങിയിരുന്നു കൊടുത്തത് അതിൻ്റെ പേരില്ല. സംഗതി വളരെ നിസ്സാരമായി നമുക്ക് തോന്നും. പക്ഷെ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറഞ്ഞു, ഒരു സദസ്സിൽ ഹീറോ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ, കാലം അങ്ങനെയാണല്ലോ, ചാനലും ക്യാമറയും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ പത്രത്തിലും വരും. അപ്പോൾ എല്ലാവർക്കും തോന്നും ഞാനാകണം നിറഞ്ഞിങ്ങനെ നിൽക്കേണ്ടതെന്ന്. ഇവൻ്റെ ഈ പരന്ന പുറവും നെഞ്ഞൊക്കെ കൂടെ മറ്റവൻ്റെ മോൻ തന്നെ മറച്ച് കളയുന്നുണ്ടാവും. അക്കോലത്തിലോ അങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഞാൻ ഉണ്ടായാൽ മതി ക്യാമറയിൽ, നാളെ പത്രത്തിൽ എന്നുള്ള കോലത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സദസ്സിൽ ഹീറോ ആകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണ മനുഷ്യണ്ടല്ലോ മൽഊനാണ്. കാരണം അവൻ്റെ ആ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ ആ ഒരു സൈസ് ചിന്ത വരുന്നത്. വിനയാന്വിതരാകണം എന്നർത്ഥം. അത് ശരിയല്ല എന്ന് പഠിപ്പിച്ചു. ഒരു വീട്ടിൽ കയറി ചെന്നാലോ എവിടെ ഇരിക്കേണ്ടത്? വീട്ടുകാരൻ പറയുന്നിടത്താണ് ഇരിക്കേണ്ടത്. എങ്ങനെ വീട്ടുകാരെ എപ്പോഴും തിരഞ്ഞെടുക്കുക എങ്ങനെയാണ്? ഈ അന്യനായ ഒരാളിൻ്റെ കണ്ണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റിയ പാകത്തിലല്ല, അല്ലാത്തൊരു രൂപത്തിലായിരിക്കും അയാൾ കസേരട്ടിട്ട് ഇവിടെ ഇരിക്കുന്നറിയാം. അപ്പോൾ ഓന് അല്ല ഞാൻ അവിടെ അല്ല ഇരിക്കണമെന്ന് കസേര എടുത്തുകാണ്ട് അപ്പുറത്തേക്ക് ഇട്ടുകാണ്ട് ഡൈനിങ് ഹാളിൽ കൂടി അങ്ങനെയാണ് ബഡ്ക്കണിക്ക് എത്തുന്ന ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. വലിയ അപകടമാണത്. ഇനി ഏതെങ്കിലും വിവരമില്ലാത്ത ഒരു ഗൃഹനാഥൻ അക്വാലത്തിൽ ആ ചെയറിട്ട് എന്നുണ്ടെങ്കിലോ നമ്മൾ ആ ചെയറൊന്നും ഇങ്ങോട്ട് എടുത്തിട്ടുകാണ്ട് നമ്മളെ കണ്ണ് അങ്ങോട്ട് പോകാത്ത പാകത്തിൽ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകളുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇരുത്തത്തിനും നർത്തത്തിനും ഒക്കെ മര്യാദ ഉണ്ട്. ശുദ്ധ ഖുർആൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനെ ഉപദേശിച്ച് പഠിപ്പിച്ച ആ കൂട്ടത്തിൽ ആ നർത്തം കൂടെ പഠിപ്പിച്ചു. വഖ്സിദ് ഫീ മശീഖ് വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാത്തി ലസൗത്തുൽ ഹമീർ. ഒരു ബാപ്പ കുട്ടീനെ പഠിപ്പിക്കലാണത്. നമ്മളെ മക്കളെ അങ്ങനെ ഒരു അതവ് പഠിപ്പിച്ചിട്ടുണ്ടോ? മോനെ എങ്ങനെ വേണം നടക്കാൻ? ഏറ്റവും കൂടുതൽ വാഹന അപകടമുള്ള ജില്ല ഏതാ? നമ്മളെ മുഅ്മിനീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. നമ്മളെ ചെറുപ്പക്കാരാണ് ഈ ചതഞ്ഞരിഞ്ഞ് മരിക്കുന്നവർ പലരും. എന്തേ കാരണം? ബാപ്പ ഗൾഫിലാണ്, ഉമ്മ നാട്ടിലുമാണ്. ഇവിടുത്തെ കാര്യം നോക്കാൻ മോനെന്നെ ഉള്ളൂ. മോനൊരു ബൈക്ക് വേണം. ഉമ്മ ശഫാഅത്ത് ചെയ്തു, ഉടനെ ബാപ്പ സ്വീകരിച്ചു. എന്നാ ബൈക്ക്. നമ്മൾ പ്രായം നോക്കിയില്ല, പൈസയും നോക്കിയില്ല, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഓനൊരു ബൈക്ക്. ഇനി ഈ ബൈക്ക് കൊണ്ടെടുക്കാനുള്ള ലൈസൻസ് ഓനുണ്ടോ? ഇല്ല. അവൻ്റെ ജീവിതത്തിന് തന്നെ ലൈസൻസ് ഇല്ല. പിന്നെ കത്താ ബൈക്ക് കൊണ്ടെടുക്കാൻ ലൈസൻസ്? അക്കാലത്തിലാണ് ഓൻ ഇത് കൊണ്ടെടുക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് അശ്രദ്ധമായ ഒരു പോക്ക് ഈ ഡ്രൈവിങ്ങിൽ ഉണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇരുത്തവും നടത്തവും മിതത്വത്തോടു കൂടിയാകണം. ആ നടത്തത്തിലെ മിതത്വം എങ്ങനെയാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശരിയായ രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും തന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിലാകാൻ പാടില്ല. വിനയാന്വിതനായിട്ടാകണം ഒരു സത്യവിശ്വാസി നടക്കേണ്ടതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കിടത്തത്തിനൊരു മര്യാദ ഉണ്ട്. കമഴ്ന്ന് കിടക്കാൻ പാടില്ല. ബിൽഡിങ്ങിൻ്റെ മേലെ കെട്ടില്ലെങ്കിൽ ആ തുറസായ ബിൽഡിങ്ങിൻ്റെ മേലും ചെന്ന് കിടക്കരുത്. പുത്രസ്നേഹിയായ ഒരു പിതാവെന്ന പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിച്ചു. ഓനെങ്ങാനും ഉരുണ്ട് പേരൻ്റെ അവസാനം കീപ്പട്ടിക്ക് ഒഴിഞ്ഞാടിയാലോ? പാസ്പോർട്ടിന് എടുക്കാത്ത ചിലർ വിമാനത്തിൽ പറക്കണമൊക്കെ സ്വപ്നം കണ്ടുകാണ്ട് അതിൻ്റെ മേലിനാണ് പറഞ്ഞാലോ ഓൻ്റെ ഉറക്കത്തെ പറക്കലാവുമല്ലോ അല്ലേ? അവിടെ ഒരു വലിയ മര്യാദ പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ബിൽഡിങ്ങിൻ്റെ മേലെ ചെന്ന് കിടക്കരുത്, തടവില്ലാത്തടത്ത് ചെന്ന്. നോക്കുങ്ങൾ, ആ കിടത്തത്തിൻ്റെ ഒരു മര്യാദ. അള്ളാഹുവെ സ്മരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം കിടക്കാൻ. സൗകര്യപ്പെട്ടെങ്കിൽ ഒതുടുത്തിട്ട് വേണം. അതാണ് പ്രവാചകന്റെ സുന്നത്ത്.
ആ രൂപത്തിൽ കിടക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ആദാബുൽ അക്കിൽ നോമ്പായതുകൊണ്ട് അത് പറയണത് അത്ര ഭംഗിയല്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാവിധ പരിധിയും വിട്ടിട്ടാണ് നോമ്പിന് നമ്മളെ തീറ്റ ഉണ്ടാകല്. ഖുർആൻ ഹിഫ്ളാക്കിയ ആൾക്കാർ തന്നെ വേണം ഇമാം എന്നുള്ള ശാഠ്യം നമുക്കുണ്ട്. അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പറ്റിയ ആൾക്കാരെ പിടിച്ചുകൊണ്ട് നിർത്തിയാലും നമ്മൾ വല്ല വേൻ്റെ ചെവിയിൽ പോയിട്ട് സ്വകാര്യം പറിച്ചിട്ടുണ്ട്, തോടാ കമത്തി കയറോ ഇന്നൊന്ന് കുറച്ചാളെ തീരെ വിജയിച്ചാണ്. എന്ത് അല്ല ഒന്നുമല്ല, അന്നൊരു തുറണ്ടായിരുന്നു. നോമ്പുകൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ പലതും നമുക്ക് കിട്ടാതെ പോവുകയാണ്. അവിടെ ആ തീറ്റയിലും കുടിയിലുള്ള ആ മിതത്വം നമ്മൾ പാലിക്കണം. ആവശ്യത്തിനെ തിന്നാവൂ. തറാവീന് മുമ്പ് ഹലാക്കിൻ്റെ തീറ്റി നിന്നിട്ട് തീരെ വയ്യാതാകണ തീറ്റി തിന്നരുത്. അതുകൊണ്ടൊരു ഗുണമില്ല. 1/3 വെള്ളത്തിനു നിന്നും 1/3 ഭക്ഷണത്തിനു നിന്നും 1/3 എയറിനു നിന്നും പറഞ്ഞത് വെറുതെ അല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാണ് പ്രവാചകൻ പറഞ്ഞത് 7 ആമാശയം ഒന്നായിട്ട് തിന്നുക. പ്രവാചകൻ്റെ അടുത്ത് ഒരു അയറാബി വീഴുന്നു, പ്രവാചകൻ്റെ ജീവിതം ഇങ്ങനെ കണ്ടു പഠിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് അതിഥി എന്നുള്ള ആൾക്ക് ഒരു ആടിനെ കറന്നിട്ട് ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. മൂപ്പർക്ക് തത്ത ഒരു ഗ്ലാസ് പാല് ഇനിയുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ള എനിക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ പ്രവാചകന് മനസ്സിലായി ഒന്നും ആയിട്ടില്ല. ഒന്നും കൂടെ കറന്നു കൊടുത്തു. 7 ഗ്ലാസ് പാല് കുടിച്ചേക്കിന് അക്നോളജ്മെന്റ് വന്നു എന്നുള്ള ഏത് മുതലവിടെ എത്തിക്കണെന്ന്. ഓക്കെ, അപ്പം നബി ചോദിച്ചു മതിയായോ ചോദിച്ചു. മതിയെന്നറിഞ്ഞു. നബി ഒന്നും മുണ്ടിയില്ല കേട്ടോ. അന്നീറ്റൊക്കെ തീറ്റിപ്പോച്ചാൽ വലിയ പാടാണെന്നൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ ഗ്ലാസ് പാലും കുടിച്ചു. ഇത് ഇയാൾ കണ്ടു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. ഇയാൾ പിറ്റേന്ന് മുസ്ലിം ആയിട്ടുണ്ട്. ഇയാൾക്കും ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. നബി ചോദിച്ചു ഇനി വേണോന്ന്. ഇന്നലത്തെ അത് വെച്ചിട്ട് നബിയോട് സഹാബി പറഞ്ഞ എന്താണെന്നറിയ നബി മദീന. അപ്പോഴാണ് നബി തലേന്ന് പറയേണ്ട വർത്താനം പറഞ്ഞത്. നോക്കണം നിങ്ങളെ അവസരത്തിനനുസരിച്ചേ പറയാവൂ. പറയാൻ കിട്ടണോ ഒക്കെ കൂടെ അപ്പം തന്നെ പറഞ്ഞു തീർക്കണ്ട. അവസരം വരുമ്പോൾ പതുക്കെ പറഞ്ഞാൽ മതി. ഉൾക്കൊള്ളാൻ പറ്റിയ പാകത്തിൽ. മനസ്സിലായില്ലേ? തലേന്ന് പറയേണ്ട വർത്താനം പിറ്റേന്ന് പറഞ്ഞു. നബി പറഞ്ഞു ഒരു കാഫിർ 7 വയറ് നിറക്കും, ഒരു മുഅ്മിന് ഒറ്റ വയറ് നിറക്കും. നമുക്കൊക്കെ ഉള്ള സോക്കള് അധികമായതുകൊണ്ടാണ്, ഒന്നും കുറവല്ല. ഷുഗർ എങ്ങനെ ലേശം കൂടുതലാണ്, പ്രഷറോ അതും കൂടുതൽ തന്നെ. ഇങ്ങനെ ഓരോ അളവും ഇങ്ങനെ ഒന്നും അനലൈസ് ചെയ്തിട്ട് വെവ്വേറെ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ഒക്കെ ഓവറാ. ഒന്നും കുറഞ്ഞിട്ടില്ല. കുറഞ്ഞതെന്തേ? ആരോഗ്യം മാത്രം. അങ്ങനെ ആകരുത്. അപ്പോൾ ആരോഗ്യം കീപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആ മര്യാദ അനുസരിച്ച് 1/3 ഭക്ഷണത്തിന്, 1/3 വയറിന്, 1/3 എയറിന്. നമുക്കങ്ങനെയല്ല. എയർ പിന്നെ ഇനി തലയോട്ടി തോൾച്ചാണ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള കോലത്തിൽ നമ്മൾ ഭക്ഷണവും വെള്ളമായിട്ട് മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഒരു ലേശം പോലും എയറിന് അവിടെ വകുപ്പില്ല. പിന്നെ ആകെ കൂടെ എന്നും പറഞ്ഞിട്ടും മുന്നുകൂടിയും പിന്നുകൂടിയും ഒച്ച ഉണ്ടാക്കി അങ്ങനെ നടക്കന്നെ ശരിയല്ല. അപ്പോൾ ആ തീറ്റി മര്യാദ ഞാനൊന്ന് ലഘുവായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പ്രത്യേകം നമ്മൾ പഠിക്കാനൊന്നുമില്ല, നമുക്ക് അറിയണ തന്നെയാണ്. പക്ഷെ പ്രയോഗവൽക്കരിക്കാൻ ലേശം വിഷമാണ്. അത് നമ്മളൊന്ന് മനസ്സിരുത്തി പഠിക്കേണ്ടതുണ്ട്. ശരി, ഒരു മര്യാദയും കൂടെ, 1-2 മര്യാദയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥി മര്യാദയെക്കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആതിഥ്യമൊക്കെ കുറഞ്ഞു വരിക, ആതിഥ്യ മര്യാദകളും കുറഞ്ഞിട്ടുണ്ട്. കാരണം ഭക്ഷണത്തോട് ആർക്കും വലിയ ആർക്കൊന്നുമില്ല, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അപ്പോൾ ഓനെ ഫോണിൽ കൂടി വിളിക്കും. ഓൻ വന്നെങ്കിലായി, തിന്നെങ്കിലായി. വരുന്നതും നമ്മൾ കാണൂല, പോണതും കാണൂല. ആ വലിയ VIPസിനെ മാത്രം ഒന്ന് കാണും. വരുമ്പോഴേക്ക് ഓനെ ഗേറ്റിങ് വെച്ച് തന്നെ ജബാനിയാക്കൾ പിടിച്ച് വെച്ചിട്ട് പറയും പന്തൽക്ക് അങ്ങോട്ട് കയറിക്കോളി. പിന്നെ ഓന് അവിടെ ഒരു ഓപ്ഷനും ഇല്ല. ഓൻ നേരെ പന്തലിന് കഴിക്കും. കയ്യൊക്കെ കഴിഞ്ഞാൽ പറയും ബജ്ജയില അങ്ങോട്ടാണ്. അങ്ങോട്ട് ഇറങ്ങി ഓനാണ് പോയി. എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? മരിച്ചോടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സത്യത്തിൽ അവിടെ ആ മനസ്സുകൾ തമ്മിൽ അടുക്കേണ്ടതുണ്ട്. ആ അതിഥി
ഈ ആദരിക്കുക എന്നതാണ് ആതിഥേയൻ്റെ കർത്തവ്യം. ഇക്റാമുൽ ലൈഫാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു വലിയ മര്യാദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് മലക്കുകളാണ് വന്നത്. അള്ള അറിയിച്ചു കൊടുത്തില്ല അത് മലക്കുകളാന്ന്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിക്കൊട്ട് അറിഞ്ഞതുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഒരു കാളക്കുട്ടനൊക്കെ സൈസാക്കിയിട്ട്, നമ്മളെ ആധുനിക ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്താണത്, ലഹം മന്തി ആയിക്കോട്ടെ ഒരു ലഹം മന്തിയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്തു. തിന്നല്ലേന്ന് വെച്ച്. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്. ഓരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോക്കി ഇരിക്കുകയാണ്. ഇബ്രാഹിം നബിക്ക് ഒരു ബേജാറ് മനസ്സിൽ. ഇത്രയും നല്ലൊരു ഫുഡ് ഒരുക്കി മെനക്കെട്ട് കൊണ്ട് വെച്ചു കൊടുത്തിട്ട് തിന്നിന് എന്ത് ഇവർക്ക് ഇത് പറ്റിയില്ലേ? هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയരായ അതിഥികൾ വന്നപ്പോൾ പെട്ടെന്ന് പിന്നിൽ പോയിട്ട് നല്ല ഒരു ഈ കുട്ടനൊക്കെ അറുത്ത് ശരിയാക്കി ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവച്ചു. നമ്മളോട് അതിഥികൾ വന്നാൽ നമ്മളൊരു 4 ചോദ്യം ചോദിക്കും. കട്ടൻ ചായ എടുക്കട്ടെ? ആദ്യമൊക്കെ മര്യാദക്ക് പറയും വേണ്ടാന്ന്. ആ പറച്ചിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഓൻ നിർബന്ധമായിട്ടും കട്ടൻ ചായയാണ് കിട്ടേണ്ടത്. ഓൻ്റെ മര്യാദൻ്റെ ഉൾക്കൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ വേണ്ടെങ്കിൽ വേണ്ടാന്ന് അപ്പം തന്നെ ആ അധ്യായം ക്ലോസ് ചെയ്യും. ചില സ്ത്രീകളാണെങ്കിൽ 4 വട്ടം ചോദിക്കും, എന്നാ ചായ എടുത്താലോ? ഇത്ര ചോദിക്കാൻ ചായൻ്റെ നേരമാണെങ്കിൽ ചായ കൊടുക്കന്നെ. മധുരം മാത്രം ഒന്ന് ചോദിച്ചാൽ മതി ഇപ്പോഴത്തെ കാലത്ത്. അതിൻ്റെ ആ അളവും ആ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് അറിഞ്ഞാൽ മതി, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ. അതല്ലാണ്ട് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ ഓനിങ്ങനെ നെട്ടിച്ചാൽ നിൽക്കണ്ട. 2 വട്ടം ചോദിക്കുമ്പോൾ ഓനെ ഇത് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കലല്ലാന്ന് ഓൻ പോയിക്കോളും. അങ്ങനെയല്ല. ഇബ്രാഹിം നബി ചോദിച്ചില്ല, ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചില്ല. അണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലായിടത്തും ചെന്നാൽ ഒരുപോലെ കേൾക്കാറുള്ളതാണ്, ഉണ്ടാക്കി കൊണ്ടു വെച്ചാലും നമ്മളവിടെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അല്ലാത്തടത്തൊക്കെ ഓനെ നല്ല ഫോർമാലിറ്റീസാണ്. ഭക്ഷണം ഉണ്ടാക്കി അതിഥിയെ തീറ്റുന്നിടത്ത് മാത്രം ഒരു ഫോർമാലിറ്റീസും ഇല്ല. അങ്ങനെയല്ല, അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് വേണം. എന്താണ് ആ ഫോർമാലിറ്റീസാണ് ആര് പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി. അല്ല തെക്കുനും കഴിക്കല്ലേ, അതാണ്ട് കഴിച്ചൂടി എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണ്. അതിഥിക്ക് തിന്നണം എന്നുണ്ടാവും, ചിലപ്പോൾ നല്ല വിശപ്പുണ്ടാവും, നല്ല ദാഹം ഉണ്ടാവും, ഭക്ഷണത്തിന് അങ്ങേയറ്റത്തെ ആവശ്യം ഉണ്ടാവും. അവൻ്റെ ആവശ്യം മാനിച്ചുകൊണ്ട് അതിഥിയെ ആദരിച്ച് കൊടുക്കാൻ കഴിയണം നമ്മൾ സന്മനസ്സോടെ, ഉള്ളത് സന്തോഷത്തോടെ. അല്ലാത്തൊരു ഇബാദത്തല്ലേ അത്. അതിന് പകരം ഉണ്ടാക്കി കൊണ്ടേ ചോദിച്ചാൽ ആണെങ്കിൽ തിന്നോന്നുള്ള കോലത്തിൽ നിന്നാൽ എല്ലാതിനോടും ഒരു ചടപ്പാ വരിക. പാടില്ല. അവനെ തീറ്റിക്കണം. അതാണ് ആതിഥ്യ മര്യാദ. ഇനിയും ഒരുപാട് മര്യാദകൾ ഇതേറ്റ് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഒരു സൂചന മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. രോഗ ശുശ്രൂഷ, അതുപോലെ തന്നെ രോഗിയെ പരിപാലിക്കൽ, ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മര്യാദകളുണ്ട്. ഓരോന്നും ഓരോ ക്ലാസ്സായി പറയേണ്ടതുണ്ട്. ഒക്കെ നമ്മൾ പലപ്പോഴായി കേട്ടതും പരിചയിച്ചതുമാണെങ്കിലും പ്രയോഗവൽക്കരിക്കുന്നിടത്ത് നമുക്കൊക്കെ അശ്രദ്ധ കൊണ്ട്, അവഗണന കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടൊക്കെ പലപ്പോഴും പല അപാകതകളും സംഭവിക്കാറുണ്ട്. അത് നോമ്പിലൂടെ നല്ല സ്വഭാവശീലങ്ങൾ പഠിക്കുന്ന ഈ കാലത്ത് അതൊക്കെ നമ്മളൊന്ന് പഠിക്കുകയും പഠിച്ചു പ്രാവർത്തികമാക്കിയത് നല്ല രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ച ഒരു ആയത്തിൻ്റെ അർത്ഥം വല തസ്തബിൽ ഹസനത്തു വല സയ്യിഅ, നല്ല ഒരു പെരുമാറ്റ മര്യാദ ഇസ്ലാം പഠിപ്പിക്കുക. ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല തന്നെ. വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ ഫദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, അതുകൊണ്ട് നീ ഏറ്റവും ഉത്തമമായതുകൊണ്ട് പ്രതിരോധിക്കുക. ദിഫാ എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. ഇസ്ലാം പ്രതിരോധിക്കാനാ പറഞ്ഞ്, മോശമായ എന്തിനേയും പ്രതിരോധിച്ച് തടുത്തുത്തല, അല്ലാതെ അറ്റാക്കല്ല. ബദർ പോലും അറ്റാക്കായിരുന്നില്ല, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നതിനെ തടുക്കലായിരുന്നു. അതാണ് പ്രതിരോധം, ഡിഫൻസ്.
അതേ ഉള്ളൂ ഇസ്ലാമിൽ. അറ്റാക്കില്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയതിനോട് അങ്ങോട്ട് മോശമായി പെരുമാറില്ല. അവൻ്റെ ആ മോശമായ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യം കുറക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു പ്രതിരോധം നീ തീർക്കണം. അങ്ങനെ വരുമ്പോൾ നീയും ആർക്കിടയിലുമാണോ ഏറ്റവും വലിയ ശത്രുതയുള്ളത്, ആ ശത്രുവിനെ നിനക്കൊരു ഉറ്റ മിത്രമാക്കി മാറ്റാൻ കഴിയും. അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് സാധിക്കുക. അങ്ങനെയാണ് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമകളായി വിശ്വാസികളെന്ന നിലക്ക് നമ്മെ ഏവരെയും മാറ്റുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഏത് ചെറിയ സംഭാവനയും നമ്മളുടെ സ്വാലിഹായ ആ മീസാനിൻ്റെ തുലാസിൽ സൽക്കർമ്മത്തിൻ്റെ കനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമായി പരിഗണിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ വിശ്വാസികളും വൃതാനുഷ്ഠാനം നടത്തിയ വിശ്വാസികൾ പ്രവേശിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് രോഗശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിൽ നിന്നെല്ലാം മുക്തിയും മോചനവും ആശ്വാസവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് ഒക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.